വെൽക്കം ബാക്ക് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ മെയ് 26 MTP RTP സീരീസിലെ RTP ഓൾറെഡി അപ്ലോഡഡ് ആണ്. നമുക്കിനി മോക്ക് ടെക്സ്റ്റ് പേപ്പർ സെറ്റ് 1ൻ്റെ ഡിസ്കഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ 15 ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ MCQ ആണ്. അതിൽ തന്നെ ഫസ്റ്റത്തെ 5 ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഫസ്റ്റത്തെ കേസ് സിനാരിയോ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുക. ഞാനിവിടെ അതിൻ്റെ ഒരു ആവശ്യമുള്ള സമ്മറി മാത്രം ടൈം സേവ് ചെയ്യാൻ വേണ്ടി വായിക്കുന്നുണ്ട്. മിസ്റ്റർ സാഗർ, ദ CFO ഓഫ് സൂപ്പർ ഹൈ ലിമിറ്റഡ്, വാസ് ഷോക്ക്ഡ് ടു സീ ദ പ്ലംറ്റിംഗ് മാർജിൻ ഇൻ ദ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട്. അപ്പോൾ നമ്മുടെ CFO സാഗർ നമ്മുടെ സെക്കൻഡ് ക്വാർട്ടറിലെ റിസൾട്ടിൽ നമ്മുടെ പ്രോഫിറ്റിൽ നന്നായിട്ടുള്ള ഇടിവ് കണ്ടിട്ട് ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് ഇടിഞ്ഞതെന്നുള്ളത് അറിയാൻ വേണ്ടി നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ്. There was no change in the selling price. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൽ എന്തില്ല, ചേഞ്ച് ഇല്ല. There was no opening or closing stock of raw material or finished goods. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിലോ റോ മെറ്റീരിയലോ നമുക്ക് എന്തില്ല, ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ ഇല്ല. However, there was stock of WIP. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഓപ്പണിംഗ് WIP വാസ് 1000 യൂണിറ്റ്. അപ്പോൾ 1000 WIP വർക്ക് ഇൻ പ്രോഗ്രസ് ഫിനിഷ്ഡ് ആവാത്ത 1000 യൂണിറ്റ് ആണുള്ളത്. വിച്ച് വാസ് 60% കംപ്ലീറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് ലേബർ ആൻഡ് ഓവർഹെഡ്. അപ്പോൾ ലേബർ ഓവർഹെഡും 60% കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ മെറ്റീരിയൽ എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്? മെറ്റീരിയലിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ 100% മെറ്റീരിയൽ യൂസ് ചെയ്തതെന്നാണ് അസ്യൂം ചെയ്യാറ്. അതിനെ സാധൂകരിക്കുന്ന അടുത്ത പോയിന്റാണ് പറഞ്ഞിട്ടുള്ളത്. സൂപ്പർ ഹൈ ലിമിറ്റഡ് വാസ് എൻഗേജ്ഡ് ഇൻ ദ പ്രോസസ് വേർ മെറ്റീരിയൽ വാസ് ഫെഡ് ഇമ്മീഡിയറ്റ്ലി ഇൻ ദ പൈപ്പ് ലൈൻ. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സിൽ, ആ ഒരു പ്രോസസ് പൈപ്പ് ലൈനിൽ നമ്മൾ മെറ്റീരിയൽ ആദ്യം തന്നെ എന്ത് ചെയ്യും, 100% ഇൻപുട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അസംഷൻ എന്താണ്, മെറ്റീരിയൽ 100% എടുക്കും, മെറ്റീരിയലിനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ. ഓക്കെ, ദ ഓപ്പണിംഗ് WIP വാസ് വാല്യൂഡ് അറ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് വിച്ച് ടേൺഡ് ഔട്ട് ബി 1,04,000 ആസ് ഷോൺ ലേറ്റർ. അപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൈസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഓപ്പൺ WIP വാല്യൂ ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പിന്നീട് പറയും. ഓക്കെ, ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് rupees 3 lakh. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ മെറ്റീരിയൽ യൂസ് ചെയ്തത് 3 ലക്ഷമാണ്. അതിൽ 6000 യൂണിറ്റ് 50 രൂപക്ക്. അപ്പോൾ 6000 യൂണിറ്റ് 50 രൂപക്ക് 3 ലക്ഷത്തിന് മെറ്റീരിയൽ യൂസ് ചെയ്തു. ലേബറും ഓവർഹെഡും 3,15,900, 1,74,960. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ 3 ലക്ഷം, ലേബർ, ഓവർഹെഡ്, ഈ 3 എലമെൻറ്റ് കോസ്റ്റും തന്നിട്ടുണ്ട്. നമ്മൾ ഇൻപുട്ട് ചെയ്തത് 6000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 4,500 യൂണിറ്റ് കംപ്ലീറ്റഡ് യൂണിറ്റ് വേർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് 1,600 യൂണിറ്റ് വേർ ക്ലോസിംഗ് WIP. അപ്പോൾ നമുക്ക് മൊത്തം 1000 WIP ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. 6000 നമ്മൾ ഇൻപുട്ട് ചെയ്തു. മൊത്തം 7000 ഉണ്ട്. ഈ 7000ൽ 4500 എന്ത് ചെയ്തു, കംപ്ലീറ്റഡ് ആയി. 1600 എന്തുണ്ട്, നമുക്ക് ക്ലോസിംഗ് WIP ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തം എത്രയായി, 4500, 1600, 6100. എത്രയുടെ മിസ്സിംഗ് ഉണ്ട് ഇവിടെ, 900 യൂണിറ്റിൻ്റെ മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, അതെന്താവാം, ലോസ് ആണ്, നോർമൽ ലോസ് ആണോ അബ്നോർമൽ ലോസ് ആണോ നോക്കണം. ദ നോർമൽ ലോസ് ഇൻ ദ പ്രോസസ് വാസ് 900 യൂണിറ്റ് വിച്ച് വാസ് 15% ഓഫ് ദ കറൻറ്റ് ഇൻപുട്ട്. അപ്പോൾ ഇവിടെ നോർമൽ ലോസ് എത്രയാണ്, കറൻറ്റ് ഇൻപുട്ട് 6000ൻ്റെ 15% 900 യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ മിസ്സിംഗ് ഉള്ള 900 ആരാണ്, നോർമൽ ലോസ് ആണ്. അപ്പോൾ അബ്നോർമൽ ഗെയിൻ ഒന്നും ഇല്ല. ഓക്കെ, ഇറ്റ് വാസ് സോൾഡ് ആസ് സ്ക്രാപ്പ് ഫോർ 4,200. അപ്പോൾ ഇത് വിറ്റിട്ടുള്ളത് 4,200 രൂപയ്ക്ക് സ്ക്രാപ്പ് ആയിട്ടാണ് ഈ 900 യൂണിറ്റ് വിറ്റിട്ടുള്ളത്. ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാർഡ് ഷോയിങ്. അപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കാനുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാർഡിൽ നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്. വുഡ് കോസ്റ്റ് ₹50 ആഫ്റ്റർ കൺസിഡറിങ് ദ നോർമൽ സ്റ്റാൻഡേർഡ് ലോസ് വിച്ച് ഈസ് 15%. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്, 50 രൂപ. ആൻഡ് ലേബർ ഹവർ ഷുഡ് ബി 3 ഹവർ. അപ്പോൾ ലേബർ ഹവർ എത്രയാണ്, 3 മണിക്കൂറാണ് യൂണിറ്റിനുള്ളത്. അറ്റ് ₹20 പെർ ഹവർ. അപ്പോൾ 3 മണിക്കൂർ, ഓരോ മണിക്കൂറിന് 20 രൂപയാണ് നമുക്ക് കോസ്റ്റ് വരിക. ദ കോസ്റ്റ് ഓഫ് ഓവർഹെഡ് പെർ യൂണിറ്റ് ഷുഡ് ബി 30 പെർ യൂണിറ്റ്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ 50 രൂപ, ലേബർ 1 മണിക്കൂറിന് 20 രൂപ, അങ്ങനത്തെ 3 മണിക്കൂർ, അതായത് 60 രൂപ. ഓവർഹെഡ് ഓരോ യൂണിറ്റിന് 30 രൂപ. ഓക്കെ, ഇനി ഇതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് തന്നിട്ടുള്ളത്. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് തന്നെയാണ് നമ്മൾ ഓപ്പണിംഗ് WIP വാല്യൂ ചെയ്തതെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 50 രൂപ മെറ്റീരിയൽ എത്ര യൂണിറ്റ് ഉണ്ട്, 1000 യൂണിറ്റ് ഉണ്ട്. 100% നമ്മൾ ഫസ്റ്റ് പൈപ്പ് ലൈനിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് 50,000. ലേബർ 3 മണിക്കൂർ, ഓരോ മണിക്കൂറിന് 20 രൂപ വെച്ച് 60 രൂപ. 60 രൂപ വെച്ച് 1000 യൂണിറ്റ്, അതിൽ 60% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, 36,000. സെയിം കമ്പ്യൂട്ടേഷൻ.
30 രൂപ വെച്ചിട്ടുള്ള 1000 യൂണിറ്റ് 30,000, പക്ഷേ 60% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, അപ്പോൾ 18,000. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ 1,04,000. അപ്പോൾ ഇതാണ് ഇവർ ഓപ്പണിംഗ് WIP സ്റ്റാൻഡേർഡ് പ്രൈസിൽ വാല്യൂ ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്വലൻ്റ് യൂണിറ്റ് ഫോർ മെറ്റീരിയൽ FIFO. അപ്പോൾ നമ്മൾ പ്രോസസ് കോസ്റ്റിങ്ങിൽ നമ്മൾ ഇക്വലൻ്റ് യൂണിറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരക്കുമ്പോൾ മെറ്റീരിയലിന് എത്രയാണ് ഇക്വലൻ്റ് യൂണിറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻപുട്ടിൽ ഓപ്പണിങ് ഇപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും മൊത്തം 7,000, 1,000, 6,000, മൊത്തം 7,000. അതിൽ ഓപ്പണിംഗ് WIP 1000 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തത് ഫ്രം ഫ്രഷ് യൂണിറ്റ്, അതായത് എത്ര യൂണിറ്റാണ് കംപ്ലീറ്റ് ചെയ്ത് മൊത്തം 4,500 യൂണിറ്റിൽ നമ്മൾ FIFO മെത്തേഡ് ആയതുകൊണ്ട് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. അപ്പോൾ ബാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്ത് എത്രയാണ് 1000 യൂണിറ്റ് ഓപ്പണിംഗ് WIP ഉണ്ടായതുകൊണ്ട് 4,500, ബാക്കി 3,500 ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി ക്ലോസിംഗ് WIP 1,600, നോർമൽ ലോസ് 900 യൂണിറ്റ്. ഇനി ഇതിൻ്റെ ഇക്വലൻ്റ് പ്രൊഡക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ മെറ്റീരിയൽ ഓൾറെഡി 100% കഴിഞ്ഞ പീരീഡിൽ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇപ്രാവശ്യം എന്തുണ്ടാവില്ല, ഓപ്പൺ WIPക്ക് മെറ്റീരിയൽ ഉണ്ടാവില്ല. ഇപ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിൽ 100%. ഇപ്രാവശ്യത്തെ നോർമൽ ലോസിൽ നമ്മൾ ഒന്നും കൺസിഡർ ചെയ്യാറില്ല. ഇനി ക്ലോസിംഗ് WIPയിൽ ലേബറും ഓവർ ഹെഡും 60%, മെറ്റീരിയൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ 100% എടുക്കും. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പൈപ്പ് ലൈനിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇക്വലൻ്റ് യൂണിറ്റ് മെറ്റീരിയലിന് വരുന്നത് 5,100, ലേബറിന് 4,860, നമ്മുടെ ഓവർ ഹെഡിന് 4,860. ക്ലിയർ അല്ല മക്കളെ? അപ്പോൾ നമ്മുടെ മെറ്റീരിയലിന് ചോദിച്ചിട്ടുള്ളത് 5,100. ഓക്കെ. ഇനി രണ്ടാമത്തെ പോവുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് പെർ ഇക്വലൻ്റ് യൂണിറ്റ് ഓഫ് ലേബർ. അപ്പോൾ ലേബറിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലേബർ മൊത്തം കോസ്റ്റ് എത്ര വന്നു? ലേബറിന് ഈ പീരീഡിൽ 3,15,900 ആണ് വന്നിട്ടുള്ളത്. 3,15,900 ഡിവൈഡഡ് ബൈ 4,860, അതായത് ഇക്വലൻ്റ് യൂണിറ്റ് എത്രയാണ്? 4,860. 3,15,900 ഡിവൈഡഡ് ബൈ 4,865 രൂപയാണ് കോസ്റ്റ് പെർ ഇക്വലൻ്റ് യൂണിറ്റ്. കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഇക്വലൻ്റ് യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 65. ഇവരിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാത്തിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ആരത് മാത്രം മതി? ലേബറിൻ്റെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരികയാണെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആൻഡ് ലേബർ കോസ്റ്റ് വേരിയൻസ് ഫോർ ഇക്വലൻ്റ് യൂണിറ്റ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസും ലേബർ കോസ്റ്റ് വേരിയൻസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മുടെ കോസ്റ്റ് വേരിയൻസ്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ കോസ്റ്റ് വേരിയൻസ്. അപ്പോൾ മെറ്റീരിയലിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയലിൻ്റെ ആക്ച്വൽ കോസ്റ്റ് 3 ലക്ഷമാണെന്ന് പറഞ്ഞു. സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കാനുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? സ്റ്റാൻഡേർഡ് കാർഡ് നോക്കിയപ്പോൾ 50 രൂപയാണ് ഒരു യൂണിറ്റ് ഉണ്ടാക്കാനുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ എത്ര യൂണിറ്റാണ് മെറ്റീരിയൽ ഉണ്ടാക്കിയത്? 5,100 ഇക്വലൻ്റ് യൂണിറ്റാണ് ഉണ്ടാക്കിയത്. 5,100 ഇൻറ്റു 50 2,55,000 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റ് എത്ര വന്നു? മെറ്റീരിയൽ നമ്മൾ 3 ലക്ഷം യൂസ് ചെയ്തു. അതിൽ 4,200 നമുക്ക് സ്ക്രാപ്പ് കിട്ടി. അപ്പോൾ ബാക്കി മൊത്തം 2,95,800 ആണ് നമ്മുടെ ആക്ച്വൽ കോസ്റ്റ്. സ്ക്രാപ്പ് വാല്യൂ നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് വാല്യൂ കുറച്ചിട്ടുള്ള, അബ്നോർമൽ ഇല്ല, നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് വാല്യൂ മാത്രം കുറച്ചിട്ടുള്ളതാണ് നമ്മളെ ആക്ച്വൽ കോസ്റ്റ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് മൊത്തം 4,800 നെഗറ്റീവ് അഡ്വേഴ്സ് ആണ് നമുക്ക് മെറ്റീരിയൽ കോസ്റ്റിൽ വരുന്നത്. ലേബറിലേക്ക് വരികയാണെങ്കിലും ഇതേ സെയിം എഫക്റ്റ് തന്നെയാണ്. നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് 3,15,900 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്ര പറഞ്ഞിട്ടുള്ളത്? ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 3 മണിക്കൂർ, ഓരോ മണിക്കൂറിന് 20 രൂപ, അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് 60 രൂപയാണ്. അപ്പോൾ എത്ര ഇക്വലൻ്റ് യൂണിറ്റ് ഉണ്ടാക്കി? 4,860 ഇൻറ്റു 60. സ്റ്റാൻഡേർഡ് കോസ്റ്റ് തന്നെ 2,91,600. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് 24,300 അഡ്വേഴ്സ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് 4,500 യൂണിറ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് 4,500 യൂണിറ്റ്, അതായത് ഒരു യൂണിറ്റിന് എത്ര സ്റ്റാൻഡേർഡ് കോസ്റ്റ്? 50 മെറ്റീരിയലിന്, 60 ലേബറിന്, 3 മണിക്കൂറിന് 20 രൂപ വെച്ച്. ഒരു യൂണിറ്റിന് ഓവർ ഹെഡ് 30, അതായത് 140 രൂപയാണ് ഒരു യൂണിറ്റിന് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ 4,500 യൂണിറ്റിന് എത്രയാണ്? 6,30,000 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അതും സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇനി ആക്ച്വൽ കോസ്റ്റ് ഓഫ് 4,500 യൂണിറ്റ്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ നോർമൽ പ്രോസസ് കോസ്റ്റിങ്ങിൽ ചെയ്യാറുള്ള പോലെ നമ്മൾ
ഈ 4500 എന്നുള്ളത് നമ്മൾ 1000 യൂണിറ്റ് ഓപ്പണിംഗ് WIPയും 3500 യൂണിറ്റ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് WIPൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് WIPയിൽ ഓപ്പണിംഗ് വാല്യൂ എത്രയുണ്ട്? 1,04,000. ഓപ്പണിംഗ് WIPൻ്റെ ഓപ്പണിംഗ് കഴിഞ്ഞ പീരീഡിലെ വാല്യൂ ആണ് 1,04,000. ഈ പീരീഡിൽ അതിന് എത്ര ചിലവ് വരുത്തി? 400 യൂണിറ്റ് ഇക്വലൻ്റ് യൂണിറ്റിന് നമ്മൾ ലേബർ വരുത്തി, 400 ഇക്വലൻ്റ് യൂണിറ്റിന് നമ്മൾ ഓവർ ഹെഡ് 36 എടുത്തു. അതിന് ഈ 65ഉം 36ഉം കിട്ടിയത് ആക്ച്വലി 60ഉം 30ഉം ആണ് സ്റ്റാൻഡേർഡ്. പക്ഷേ ആക്ച്വലി ഈ പീരീഡിൽ നടന്നിട്ടുള്ള എത്രയാണ്? ആക്ച്വലി ഈ പീരീഡിൽ ലേബറും മെറ്റീരിയലിന് എത്രയാണ് കോസ്റ്റ്? 36ഉം മെറ്റീരിയലിന് 58, ലേബറിന് 65. ഓക്കെ, അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് എടുക്കുമ്പോൾ 400 ഇക്വലൻ്റ് യൂണിറ്റും മൊത്തത്തിൽ 1000 ഉണ്ട്. പക്ഷേ എന്താ 400 എടുക്കാൻ കാരണം? 60% ഓൾറെഡി കംപ്ലീറ്റ് ആണ്. ഈ പീരീഡിൽ നമ്മൾ 40%, അതായത് 1000ൻ്റെ 40% ബാക്കി 400 ഇക്വലൻ്റ് യൂണിറ്റിന് 65 രൂപ, 400 ഇക്വലൻ്റ് യൂണിറ്റിന് 36 രൂപ. അതാണ് നമുക്ക് ഈ പീരീഡിൽ വന്ന കോസ്റ്റ്. കഴിഞ്ഞ പീരീഡിൽ വന്ന കോസ്റ്റ് 1,04,000. അപ്പോൾ മൊത്തം 1000 യൂണിറ്റിൻ്റെ കഴിഞ്ഞ പീരീഡിലെയും ഈ പീരീഡിലെയും കോസ്റ്റ് 1,44,400. ഇനി ഈ 3500 യൂണിറ്റ് ഈ പീരീഡിൽ മാത്രം ഉണ്ടാക്കിയതാണ്. ആ 3500ന് കോസ്റ്റ് പെർ ഇക്വലൻ്റ് യൂണിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5,56,500. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ മൊത്തം 4,500 യൂണിറ്റിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 7,900,000. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കേസ് സിനാരിയോ 2. ഇതും റിലേറ്റ് ചെയ്ത് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയാണ്, പ്രൈം കോസ്റ്റ് എത്രയാണ്, വർക്ക് കോസ്റ്റ് എത്രയാണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്, പിന്നെ ഉണ്ടല്ലോ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്. അതായത് നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, അതിൽ നിന്ന് ഓരോന്ന് പിക്ക് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഷീറ്റിനുള്ള എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. ഇതും നമ്മൾ RTPയിലുള്ള പോലെ അത്ര ലെങ്തി അല്ലാത്ത ഒരു ചെറിയൊരു വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു പ്രോബ്ലമാണ്. ഓക്കെ, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഏതാടാ? റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് പെയ്ഡ് ഫോർ പ്ലാന്റ് ആൻഡ് മിഷനറി. അപ്പോൾ ഇത് എവിടുത്തെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ആണ് നോക്കണം. പ്ലാന്റ് മിഷനറി ആണെങ്കിൽ നമ്മുടെ ഫാക്ടറി ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെഹിക്കിളോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടുത്തെ ഏതാണ്? പ്ലാന്റ് ആൻഡ് മിഷനറി. അപ്പോൾ നമ്മുടെ ഫാക്ടറി ഓവർ ഹെഡ് അല്ലെങ്കിൽ വർക്ക് ഓവർ ഹെഡ്. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഫോർ ഇൻവെൻട്രി, നമ്മൾ ഇൻവെൻട്രിത്തെയാണ്, അതും ഏതാണ്? ഫാക്ടറി ഓവർ ഹെഡ്. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഫോർ പ്ലാന്റ് ആൻഡ് മിഷനറി, ഫാക്ടറി ഓവർ ഹെഡ്. ഇനി റോ മെറ്റീരിയൽ പർച്ചേസ്ഡ്, ഡയറക്റ്റ് മെറ്റീരിയൽ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, അത് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡയറക്റ്റ് മെറ്റീരിയലിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. വേജസ് പെയ്ഡ്, ഡയറക്റ്റ് വേജ്. വാല്യൂ ഓഫ് WIP, വാല്യൂ ഓഫ് ഓപ്പണിംഗ് WIP, ക്ലോസിംഗ് WIP. നമ്മളെ നെറ്റ് വർക്ക് കോസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ നെറ്റ് വർക്ക് കോസ്റ്റ് കിട്ടാൻ വേണ്ടി ഓപ്പണിംഗ് WIPയും ക്ലോസിംഗ് WIP അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. ഇത് മൂന്നും നമ്മളെ സ്പെഷ്യൽ ഐറ്റം ആയിട്ട് വരുന്നതാണ്. ഇനി അമൗണ്ട് റിയലൈസ്ഡ് ബൈ സെല്ലിംഗ് സ്ക്രാപ്പ് ജനറേറ്റഡ് ഡ്യൂറിങ് ദ മാനുഫാക്ചറിങ് പ്രോസസ്. അതായത് നമ്മളെ നോർമൽ ലോസ് നിന്ന് കിട്ടുന്ന സ്ക്രാപ്പ് നമ്മളെ ഈ സ്പെഷ്യൽ ഐറ്റത്തിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടതാണ്. നമ്മളെ പ്രൊഡക്ഷൻ കോസ്റ്റ് നിന്ന് മൈനസ് ചെയ്യേണ്ട ഐറ്റമാണ്. ഓക്കെ, ഇനി പാക്കിംഗ് കോസ്റ്റ് നെസസറി ടു പ്രിസർവ് ദ ഗുഡ്സ് ഫോർ ഫർദർ പ്രോസസ്സിങ്. അപ്പോൾ നമ്മുടെ പ്രൈമറി പാക്കിംഗ് കോസ്റ്റ്. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ ഐറ്റം 1, 2, 3, പ്രൈമറി പാക്കിംഗ് കോസ്റ്റ് 4. ഇനി അപ്പോൾ ഈ ഐറ്റം ഒക്കെ നമ്മളെ സ്പെഷ്യൽ ഐറ്റം ആണ്, നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ആഡ് ചെയ്യേണ്ടതാണ്. ഇനി അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, അതർ കോസ്റ്റ് എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആണ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. ഇനി സാലറി പെയ്ഡ് ടു ഡയറക്ടർ, ഏതാ? അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. ടെലിവിഷൻ പ്രോഗ്രാം സ്പോൺസർഷിപ്പ് കോസ്റ്റ് നമ്മുടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ വരുന്നതാണ്. ഓക്കെ അല്ലേ, നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊമോഷന് വേണ്ടി കൊടുക്കുന്ന എക്സ്പെൻസ് ആണ്. ഓക്കെ, ആസ് എ പ്രൊഡക്ഷൻ മാനേജർ യു ആർ റിക്വയർഡ് ടു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അതായത് 6 മുതൽ 10 വരെയുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ്? മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയാണ്, പ്രൈം കോസ്റ്റ് എത്രയാണ്, വർക്ക് കോസ്റ്റ് എത്രയാണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്. ഇത്രയും ഡാറ്റയാണ് നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസും നമുക്കൊരു കോസ്റ്റ് ഷീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒക്കെ പിക്ക് ചെയ്ത് എഴുതാനുള്ളൂ ഏതാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് പോവുകയാണ്. ഫ്രം ദ ഫോളോയിങ് എക്സ്പെൻഡിച്ചർ were incurred in P Limited for the month of March. നമ്മളോട് കാൽക്കുലേറ്റ് ദ ഡയറക്റ്റ് എക്സ്പെൻസ് ഫോർ ദ മന്ത്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ഏതാണ്? അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ
പ്രൊഡക്റ്റിൻ്റെ ബ്ലൂ പ്രിൻറ്റ് കോസ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പെയ്ഡ് ഫോർ പവർ ആൻഡ് ഫ്യൂൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. വേജ് പെയ്ഡ് ടു ഫാക്ടറി വർക്കർ, ഫാക്ടറി വർക്കേഴ്സിന് കൊടുത്തിട്ടുള്ള വേജ് നമ്മുടെ ഡയറക്റ്റ് വേജ് ആണ്. ഇതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഡയറക്റ്റ് വേജ് ആണ്. ഓക്കെ, അതായത് മീൻസ് നമ്മുടെ പ്രൈം കോസ്റ്റിൽ വരുന്ന എലമെൻ്റ് ആണ്, പക്ഷെ അത് ഡയറക്റ്റ് വേജ് ആണ്. ഇനി ഹയർ ചാർജസ് പെയ്ഡ് ഫോർ മെഷീൻ യൂസ്ഡ്, ഹയർ ചാർജസ് പെയ്ഡ് ഫോർ മെഷീൻ യൂസ്ഡ് നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇനി കമ്മീഷൻ പെയ്ഡ് ടു മാർക്കറ്റിംഗ് മാനേജർ, ഇത് നമ്മുടെ പ്രൊഡക്ഷൻ ഓവർഹെഡ് അല്ല, നമ്മുടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. ഇത് നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല. സാലറി ടു ഓഫീസ് അറ്റൻഡൻറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല. ഫീ പെയ്ഡ് ടു ടെക്നീഷ്യൻ ഹയർഡ് ഇൻ ഫാക്ടറി, അത് നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മുടെ ഫാക്ടറിയിലേക്ക് ടെക്നീഷ്യനെ ഹയർ ചെയ്തത് നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇനി അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, ഇതൊരു ഓവർഹെഡ് ആണ്, നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ വേജസ് പെയ്ഡ്, പിന്നെ കമ്മീഷൻ പെയ്ഡ്, സാലറി, ടെക്നീഷ്യൻ കൊടുത്ത ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് അല്ല. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. ദ സ്റ്റാൻഡേർഡ് ഹവേഴ്സ് റിക്വയർഡ് ഫോർ ഡൂയിങ് എ വർക്ക് ഈസ് 100 hours. അപ്പോൾ ഒരു ജോബ് തീർക്കാൻ വേണ്ടി നമുക്ക് 100 മണിക്കൂറാണ് വേണ്ടത്. ആൻഡ് ദ ബഡ്ജറ്റ് ഹവേഴ്സ് ഈസ് 120 hours. അവർ എത്ര ബഡ്ജറ്റ് ചെയ്തു? 120 മണിക്കൂർ ബഡ്ജറ്റ് ചെയ്തു. വൈൽ ദ സെയിം വർക്ക് ഈസ് ആക്ച്വലി കംപ്ലീറ്റഡ് ബൈ ദ വർക്കേഴ്സ് ഇൻ 110 hours. അപ്പോൾ 110 മണിക്കൂർ കൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ആ ജോബ് തീർത്തു. അപ്പോൾ 100 മണിക്കൂറാണ് സ്റ്റാൻഡേർഡ്, 110 കൊണ്ട് തീർത്തു, 120 ബഡ്ജറ്റ് ചെയ്തു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആക്ടിവിറ്റി റേഷ്യോ. ആക്ടിവിറ്റി റേഷ്യോൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് അവർ ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് അവർ. എത്രയാണ്? 83.33%. എത്രയായിരുന്നു? 100 ഡിവൈഡഡ് ബൈ 120, 83.33%. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. BCIC Limited is a insurance company. It launched new term insurance policy named Protection Plus. The total cost for the policy during the year 160 lakh, 160 ലക്ഷമാണ് ഈ ഒരു വർഷത്തെ കോസ്റ്റ്. The total number of policies sold is 410 and the total insured value of policies is 920 crore. അപ്പോൾ 920 കോടിയാണ് ഇപ്പോൾ ഇൻഷൂർഡ് വാല്യൂ ആയിട്ടുള്ളത്. വാട്ട് ഈസ് ദ കോസ്റ്റ് പെർ റുപ്പി ഓഫ് ഇൻഷൂർഡ് വാല്യൂ? അപ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് വന്നു, എത്രയാണ് നമ്മുടെ ഇൻഷൂർഡ് വാല്യൂ? കോസ്റ്റ് പെർ റുപ്പി ഓഫ് ഇൻഷൂർഡ് വാല്യൂ. ഓരോ ഇൻഷൂർഡ് വാല്യൂക്കും നമുക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ട്? അപ്പോൾ ഇൻഷൂർഡ് വാല്യൂ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇൻഷൂർഡ് വാല്യൂ. ഓക്കെ അല്ലേ? അപ്പോൾ കോസ്റ്റ് 1,60,00,000 ഡിവൈഡഡ് ബൈ 920 കോടി, 0.0017 ആണ് നമുക്ക് വരുന്ന കോസ്റ്റ് പെർ റുപ്പി ഓഫ് ഇൻഷൂർഡ് വാല്യൂ. ഓരോ ഇൻഷൂർഡ് വാല്യൂക്കും നമുക്ക് വരുന്ന കോസ്റ്റ്. ഓക്കെ മക്കളെ, നമ്മൾ അടുത്ത MCQ 14 പോവാണ്. ഓക്കെ, ഇത് നമ്മൾ RTP ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു റോ മെറ്റീരിയൽ ഇൻപുട്ട് ചെയ്ത് നമുക്ക് 3 ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത്. ഈ 3 ജോയിൻറ്റ് പ്രൊഡക്റ്റിൽ 2 ജോയിൻറ്റ് പ്രൊഡക്റ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ തന്നെ വെക്കും. 3ാമത്തെ ജോയിൻറ്റ് പ്രൊഡക്റ്റ് നമ്മൾ കുറച്ചും കൂടി ഫർദർ പ്രോസസ്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ജോയിൻറ്റ് പ്രോസസ് കോസ്റ്റ് ആയിട്ടുള്ള 62,50,000 എങ്ങനെയാണ് ഈ 3 എണ്ണത്തിന് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്? ഇവർ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, യൂണിറ്റ് സോൾഡ് ചെയ്തതും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ഇൻവെൻറ്ററി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്തുമ്പോഴോ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ മേലെയോ അല്ല, നമ്മൾ പ്രൊഡക്ഷൻ്റെ മേലെയാണ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രൊഡക്ഷൻ എത്രയാണ്? നമ്മൾ മൊത്തം 360 എണ്ണം ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, 372 എണ്ണം വിറ്റു, മൊത്തം 732 എണ്ണമാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാത്തിൻ്റെയും പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുക. ഈ പ്രൊഡക്ഷൻ്റെ സെല്ലിംഗ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സെയിൽ കണ്ടുപിടിക്കുക. സെയിൽസ് നിന്ന് ഫർദർ പ്രോസസ് കോസ്റ്റ് കുറച്ച് കിട്ടുന്ന നെറ്റ് റിയലൈസബിൾ വാല്യൂവിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അവിടെ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇവിടെ നോക്കേണ്ടത്. നിങ്ങൾ സെയിൽസ് നിന്ന് ഫർദർ പ്രോസസ് കോസ്റ്റ് കുറക്കുമ്പോൾ ആർക്ക് മാത്രമേ ഫർദർ പ്രോസസ് കോസ്റ്റ് ഉള്ളൂ? നമ്മുടെ 3ാമത്തെ ജോയിൻറ്റ് പ്രൊഡക്റ്റിന് മാത്രമേ ഫർദർ പ്രോസസ് കോസ്റ്റ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവർ ചെയ്തിട്ടുള്ളത് നമ്മൾ സെയിൽ ചെയ്തതും നമ്മുടെ ക്ലോസിംഗ് ഇൻവെൻറ്ററിയും ആഡ് ചെയ്ത് നമ്മളെ പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചു. ഈ പ്രൊഡക്ഷനും സെല്ലിംഗ് പ്രൈസും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? സെയിലിംഗ് പ്രൈസ് കിട്ടി. ഇതിൽ നിന്ന് ഫർദർ പ്രോസസ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് റിയലൈസബിൾ വാല്യൂ കിട്ടും. ഈ നെറ്റ് റിയലൈസബിൾ വാല്യൂവിൻ്റെ പ്രൊപ്പോർഷനിൽ നമ്മൾ മൊത്തം നമ്മുടെ 62,50,000 നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീതിച്ചു കൊടുക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അത്ര പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ അല്ല. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ RTP ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതൊന്നും കൂടി കണ്ടുപോകുക. ഓക്കെ,
അടുത്ത ക്വസ്റ്റിലോട്ട് വന്നേ. ഇത് നമ്മളെ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. എ കമ്പനി മാനുഫാക്ചർ ഐ ഗ്ലാസസ് ഫ്രെയിം അറ്റ് എ റേറ്റ് ഓഫ് 1200 ഫ്രെയിം പെർ മന്ത്. 1200 ഫ്രെയിം വെച്ചിട്ടാണ് ഓരോ മാസം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ കമ്പനി വാണ്ട്സ് ടു ഡിറ്റർമൈൻ ദ മോസ്റ്റ് എക്കണോമിക്കൽ പ്രൊഡക്ഷൻ ബാച്ച് സൈസ് ടു മിനിമൈസ് ദ ടോട്ടൽ സെറ്റപ്പ് കോസ്റ്റ് ആൻഡ് ഹോൾഡിംഗ് കോസ്റ്റ്. അപ്പോൾ ഹോൾഡിംഗ് കോസ്റ്റും സെറ്റപ്പ് കോസ്റ്റും നമ്മൾ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൊത്തം ഏതാണ് നമ്മളെ എക്കണോമിക്കൽ ബാച്ച് സൈസ് എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? എക്കണോമിക്കൽ ബാച്ച് സൈസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എക്കണോമിക് ബാച്ച് സൈസ് √2DS ഡിവൈഡഡ് ബൈ C. അതായത് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആനുവൽ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്. ആനുവൽ ഡിമാൻഡ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ മന്ത്ലി മാനുഫാക്ചർ ചെയ്യുന്നത് 1200 ആണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് 1200 × 12 14,400. ഓക്കെ, ഇനി ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. സെറ്റപ്പ് കോസ്റ്റ് പെർ ബാച്ച്. അപ്പോൾ സെറ്റപ്പ് കോസ്റ്റ് 7200 ആണ്. അത് ക്വസ്റ്റ്യൻ ഡേറ്റിലായിട്ട് തന്നിട്ടുണ്ട്. കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് EBക്ക് കാണാൻ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ ക്യാരിയിങ് കോസ്റ്റ് 10% പെർ ആൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണോ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് അതിൻ്റെ, അല്ലെങ്കിൽ എന്താണോ നമ്മൾ ക്യാരി ചെയ്യുന്നത് അതിൻ്റെ 10% ആണ്. അപ്പോൾ എന്താ ക്യാരി ചെയ്യുന്നത്? നമ്മൾ 3240 രൂപയുള്ള വാല്യൂ ഉള്ള സാധനമാണ് നമ്മൾ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 10% ആണ് നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ്. അപ്പോൾ നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് എത്ര വരിക? 3240 × 10% 324 ആണ് നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ്. അപ്പോൾ 2 × D × S ഡിവൈഡഡ് ബൈ C റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 800 ഫ്രെയിം വെച്ച് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ് നമ്മളെ എക്കണോമിക് ബാച്ച് സൈസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ C. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ 15 ക്വസ്റ്റ്യൻ വരെയാണ് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉള്ളത്. അതിനുശേഷം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. എ ഫാക്ടറി ഓപ്പറേറ്റ് 8 hours എ ഡേ വിത്ത് 6 വർക്കിംഗ് ഡേയ്സ് എ വീക്ക്. അപ്പോൾ 8 മണിക്കൂറാണ് ഒരു ദിവസത്തിൽ. അങ്ങനത്തെ 6 ദിവസമാണ് ഒരു വീക്കിലുള്ളത്. എ വർക്കർ ഈസ് പെയ്ഡ് ₹500 പെർ ഡേ പ്ലസ് 40% ഡിയർനെസ് അലവൻസ്. അപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം കിട്ടുന്നത് 500 പ്ലസ് ഡിയർനെസ് അലവൻസ് 40% 200, മൊത്തം 700 രൂപയാണ് ഒരു ദിവസം 8 മണിക്കൂറിന് കിട്ടുന്നത്. ഓക്കെ, ഓവർ ടൈം റേറ്റ് ഈസ് പേയബിൾ അറ്റ് ദ ഡബിൾ നോർമൽ റേറ്റ്. അപ്പോൾ നോർമൽ റേറ്റിൻ്റെ ഡബിൾ ആണ് ഓവർ ടൈം പേയ്മെൻറ്റ്. എ വർക്കർ ഈസ് അലൗഡ് ഹാഫ് ആൻ അവർ ബ്രേക്ക് ഫോർ ലഞ്ച് ആൻഡ് 2 ടീ ബ്രേക്ക് ഓഫ് 15 minutes ഈച്ച്. അപ്പോൾ 1 മണിക്കൂർ അവർക്ക് നോർമൽ ഐഡിയൽ ടൈമാണ്. നോർമൽ ഐഡിയൽ ടൈം അൺഅവോയ്ഡബിൾ ആണ്, ഒഴിവാക്കാൻ പറ്റാത്ത സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ്ലി എത്ര മണിക്കൂറാണ് കിട്ടുന്നത്? 7 മണിക്കൂറാണ് നമുക്ക് വർക്ക് കിട്ടുന്നത്. ഈ 7 മണിക്കൂറിന് വേണ്ടിയിട്ടാണ് ഈ 700 രൂപ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ എഫക്റ്റീവ് ഹവർലി റേറ്റ് എത്രയാണ്? 100 രൂപ പെർ ഹവർ. 8 മണിക്കൂറാണ് കൊടുക്കുന്നതെങ്കിലും 1 മണിക്കൂർ അവർക്ക് ബ്രേക്കാണ്. ഓക്കെ, ഡ്യൂറിംഗ് ദ ലാസ്റ്റ് വീക്സ് വർക്കർ X ഹാസ് പ്രസൻറ്റ് ഫോർ 5 days. Meet out the demand. X has done overtime for 4 hours. X spent 60% time on job A and 40% time on job B. The overtime worked was only for job A. അപ്പോൾ ഓവർടൈം വർക്ക് ചെയ്തിട്ടുള്ള ഏത് ജോബിന് വേണ്ടി മാത്രമാണ്? ജോബ് എക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ, ദ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഓവർ ഹെഡ് കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ലേബർ ഹവറിന് 15 രൂപ. നമ്മോട് പറഞ്ഞിട്ടുള്ളത് ജോബ് എൻ്റെയും ബിൻ്റെയും ടോട്ടൽ കോസ്റ്റ് കാണാൻ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കാണാൻ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്. അതിൽ മെറ്റീരിയൽ തന്നിട്ടുണ്ട് നേരിട്ടിട്ട്. ഓവർ ഹെഡ് ലേബർ ഹവറിൻ്റെ ബേസിൽ കാണാം. വേജ് നമുക്ക് കാണാനുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ മെറ്റീരിയൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ തന്നിട്ടുണ്ട് 5000, 7500. ഇനി ലേബറിലേക്ക് പോവുകയാണെങ്കിൽ, വേജിലേക്ക് പോവുകയാണെങ്കിൽ മൊത്തം 5 ദിവസം 7 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. 35 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ എ ആൻഡ് ബി. എ എത്ര മണിക്കൂറാണ്? 35 മണിക്കൂറിൽ 60%, 21 മണിക്കൂർ. ബാക്കി വരുന്ന 14 മണിക്കൂർ ബിയിലാണ് വർക്ക് ചെയ്തത്. 60%, 40%. അത് കൂടാതെ ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുള്ള 4 മണിക്കൂർ ആർക്ക് വേണ്ടി മാത്രമാണ്? എക്ക് വേണ്ടി മാത്രമാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഇനി ഈ 21 മണിക്കൂറിന് അവർ പേ ചെയ്യുന്നത് എത്ര രൂപയാണ്? 21 മണിക്കൂറിന് 100 രൂപയും 4 മണിക്കൂറിന് 200 രൂപയും. ഈ 14 മണിക്കൂറിന് 100 രൂപ. കാരണം ഓവർ ടൈം പേയ്മെൻറ്റിന് ഡബിൾ ആണ് റേറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ 35, 60%, 2100, 800, 2900. ഇവിടെ 35 മണിക്കൂറിൽ 40%, 100 രൂപ വെച്ച് 1400. ഓക്കെ അല്ലേ? 2900, 1400. ഇനി ഓവർ ഹെഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലോ, ഓവർ ഹെഡിൻ്റെ കാര്യത്തിൽ 21 മണിക്കൂർ 4 മണിക്കൂർ മൊത്തം 25 മണിക്കൂറിന് 15 രൂപ വെച്ച്, ഇവിടെ 14 മണിക്കൂറിന് 15 രൂപ വെച്ച് നമ്മളെ ടോട്ടൽ കോസ്റ്റ് കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ വേജിൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു ചെറിയൊരു കമ്പ്യൂട്ടേഷൻ വരുന്നുള്ളൂ. ഓക്കെ,
നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, നമ്മളൊന്ന് ബി ക്വസ്റ്റ്യൻ. എ മാനുഫാക്ചറിംഗ് കമ്പനി ഡിസ്ക്ലോസ്ഡ് എ നെറ്റ് ലോസ് ഓഫ് 6,40,000 ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സ്. However, the financial account showed a net profit of 45,000 in the same period. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ബുക്സിൽ 6,40,000 ലോസും നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ 45,000 പ്രോഫിറ്റുമാണ്. അപ്പോൾ അപ്പോൺ ദ സ്ക്രൂട്ടണി ദ ബോത്ത് സെറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഫോളോയിങ് ഡിഫറൻസ് വേർ ഐഡന്റിഫൈഡ്. അപ്പോൾ താഴെ നമുക്ക് സ്ക്രൂട്ടണി ചെയ്തിട്ടുള്ള ഡിഫറൻസിന്റെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു മെമ്മോറാണ്ടം റീകൺസിലേഷൻ അക്കൗണ്ട് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോർമലി റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഫിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആഡ് ചെയ്ത് മൈനസ് ചെയ്ത് നമുക്ക് അടുത്ത പ്രോഫിറ്റിലേക്ക് എത്തും. മെമ്മോറാണ്ടത്തിൽ നമ്മൾ എന്താ ചെയ്യാറ്? പ്രോഫിറ്റ് ആദ്യം ബ്രോഡ് ഓൺ ചെയ്യും. ഓക്കെ, പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നോർമലി ചെയ്യാറുള്ള പോലെ ബ്രോഡ് ഓൺ ചെയ്യും. ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവരിവിടെ നെറ്റ് ലോസ് എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നെറ്റ് ലോസ് 6,40,000 അവർ ബ്രോഡ് ഓൺ ചെയ്തു ഡെബിറ്റ് സൈഡിൽ ലോസ് ആയതുകൊണ്ട്. അതിനുശേഷം ഇനി ആഡ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ നോമിനൽ അക്കൗണ്ട് ചെയ്യുന്ന പോലെ ക്രെഡിറ്റ് ചെയ്യും. ലെസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ട്സ് ആണ് കോസ്റ്റിന്റെ പ്രോഫിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പെർസ്പെക്റ്റീവ്സിലാവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ഓക്കെ, ദ ട്രാൻസ്ഫർ ഫീ റിസീവ്ഡ് 23,000. ഓക്കെ അല്ലേ? ട്രാൻസ്ഫർ ഫീ ഒരു അതർ ഇൻകം ആണ്. ട്രാൻസ്ഫർ ഫീ റിസീവ്ഡ് ആണ്, ഒരു അതർ ഇൻകം ആണ്. ഈ അതർ ഇൻകം ഫിനാൻഷ്യൽ ബുക്സിൽ മാത്രമേ കാണിച്ചിട്ടുണ്ടാവുള്ളൂ, കോസ്റ്റ് അക്കൗണ്ട്സിൽ കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഡിഫറൻസ് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ട്സിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 23,000 നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ മക്കളെ? അത് ആഡ് ചെയ്യാൻ വേണ്ടി അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻകമായിട്ട് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിസീവ്ഡ് എവിടെ മാത്രമാണ്? ഫിനാൻഷ്യലിലാണ്, കോസ്റ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ കോസ്റ്റിൽ അത് ആഡ് ചെയ്യാൻ വേണ്ടി 3 ലക്ഷം എന്ത് ചെയ്തു? നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. ഗുഡ് വിൽ എവിടെ റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടാവുള്ളൂ? ഫിനാൻഷ്യൽ മാത്രമേ റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ എഫക്റ്റ് കോസ്റ്റ് അക്കൗണ്ട്സിൽ കൊണ്ടുവരാൻ വേണ്ടി അതെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം, 38,000. ഇനി ഡിപ്രീസിയേഷൻ ഫിനാൻഷ്യൽ ബുക്സിലും കോസ്റ്റിലും തന്നിട്ടുണ്ട്. ഇവിടെ 1 ലക്ഷം എക്സ്ട്രാ ചാർജ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റിൽ 1 ലക്ഷം എക്സ്ട്രാ ചാർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അവരെ 1 ലക്ഷം പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കുക. ആ 1 ലക്ഷം പ്രോഫിറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്യണം നമ്മൾ ചെയ്യുന്നത്. ക്രെഡിറ്റിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 2 ബുക്സിൽ തന്നിട്ടുണ്ട്. ഡിഫറൻസ് എത്രടാ? 32,000. അപ്പോൾ 32,000 ഫിനാൻഷ്യൽ ബുക്സിൽ കൂടുതലായി കിടക്കുന്നുണ്ട്, കോസ്റ്റ് ബുക്സിൽ കുറവാണ്. ഇതൊരു എക്സ്പെൻസ് ഐറ്റമാണ്. കഴിഞ്ഞ കൊല്ലത്തെ എക്സ്പെൻസ് ഈ കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തതാണ്. അപ്പോൾ ഈ എക്സ്പെൻസ് എവിടെ എഴുതിയിട്ടില്ല? എവിടെ കുറവായിട്ട് എഴുതിയിട്ടുള്ളത്? കോസ്റ്റ് അക്കൗണ്ട്സിൽ കുറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. 3,82,000 പകരം 4,82,000 പകരം 4,50,000 ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം പ്രോഫിറ്റ് അവിടെ കൂടുതലാവും. കോസ്റ്റ് അക്കൗണ്ട്സിൽ അത്രത്തോളം പ്രോഫിറ്റ് കൂടുതലാവും. ഓക്കെ അല്ലേ? അപ്പോൾ ആ പ്രോഫിറ്റ് കുറക്കാൻ വേണ്ടി ആ 32,000 നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ഇനി ഇവിടെ അടുത്ത് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 76,000. ഈ 76,000 ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ ഇക്കൊല്ലത്തെ കോസ്റ്റ് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പ്രോഫിറ്റ് കൂടുന്ന ഐറ്റമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഫിനാൻഷ്യൽ ബുക്സിൽ കൂട്ടി എഴുതിയിട്ടുണ്ട്. കോസ്റ്റ് അക്കൗണ്ട്സിൽ അതെന്താണ്? പ്രോഫിറ്റ് കുറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടി 76,000 നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നോഷണൽ റെന്റ് ഓഫ് ഓൺ പ്രിമൈസസ് റെക്കോർഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ നമ്മളറിയാം നമ്മളെ നോഷണൽ റെൻറ്റ്സ് അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ് ഒക്കെ നമ്മൾ തന്നെ വർക്ക് ചെയ്യുന്നത്, നമ്മൾ ആർക്കും പേയ്മെൻറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ പോലും അത് നമ്മൾ കോസ്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാറുണ്ട്. പക്ഷേ അത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാറില്ല. ഈ 3,20,000 എവിടെ എഴുതിയിട്ടുണ്ട്? കോസ്റ്റ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് കുറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അത് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ തിരിച്ച് ക്രെഡിറ്റ് ചെയ്യണം, 3,20,000. ഇനി അടുത്ത് ഫാക്ടറി ഓവർഹെഡ്. കോസ്റ്റ് അക്കൗണ്ട്സിൽ എത്ര എഴുതിയിട്ടുള്ളത്? നമ്മൾ അബ്സോർബ് ചെയ്തിട്ടുള്ള 2,50,000 എഴുതിയിട്ടുള്ളത്. ഫിനാൻഷ്യൽ ബുക്സിൽ ആക്ച്വൽ ആണ് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ആരെ പ്രോഫിറ്റാണ് കൂടുതൽ എടുക്കുന്നുണ്ടാവുക? ഫിനാൻഷ്യൽ ബുക്സിൻ്റെ പ്രോഫിറ്റാണ് കൂടുതൽ എടുക്കുന്നുണ്ടാവുക. കാരണം അവർ കുറച്ച് പ്രോഫിറ്റാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ട്സുകാരെ പ്രോഫിറ്റ് എത്ര? 56,000 പ്രോഫിറ്റ് കുറഞ്ഞെടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് തിരിച്ച് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 56,000 ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി ഇൻകം ടാക്സ് പ്രൊവൈഡഡ് എവിടെ കൊടുത്തിട്ടുണ്ടാവുക? കോസ്റ്റ് അക്കൗണ്ട്സുകാർ കൊടുത്തിട്ടുണ്ടാവില്ല, ഫിനാൻഷ്യൽ ബുക്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ട്സുകാരെ ബുക്സിൽ അത്രയും പ്രോഫിറ്റ് കൂടി കിടക്കും. അത് കുറക്കാൻ വേണ്ടി 1,20,000 നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്നത് ആരെ പ്രോഫിറ്റ് ആവും? നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ ബുക്സ്. പ്രോഫിറ്റ് നമ്മൾ P&L കണ്ടുപിടിക്കുന്ന പോലെ ഡെബിറ്റ് സൈഡിലാവും പ്രോഫിറ്റ് നമ്മൾക്ക് എന്തുണ്ടാവുക? ബാലൻസിങ് ഫിഗർ ആയിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ഇത് നമ്മൾ നോർമലി റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരക്കുന്ന പോലെ തന്നെയാണ്. ആഡ് ചെയ്യേണ്ടതെല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു,
ലെസ് ചെയ്യേണ്ടതെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റിലോട്ട് വേണം. 1C. എ ട്രാൻസ്പോർട്ട് ട്രക്ക് സ്റ്റാർട്ട് വിത്ത് എ ലോഡ് ഓഫ് 30 മെട്രിക് ടൺ ഗുഡ്സ് ഫ്രം ഡൽഹി. ഇറ്റ് അൺലോഡ് 12 അറ്റ് ആഗ്ര ആൻഡ് റിമൈനിങ് ഗുഡ്സ് അറ്റ് ജയ്പൂർ. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് ആഗ്രയിൽ പോയി, ആഗ്രയിൽ നിന്ന് ജയ്പൂരിൽ പോയി. ഓക്കെ, അപ്പോൾ ഡൽഹിയിൽ നിന്ന് ആഗ്ര, ആഗ്രയിൽ നിന്ന് ജയ്പൂർ. ഓക്കെ, ഇറ്റ്സ് റിട്ടേൺ ജേണി ദ ട്രക്ക് ക്യാരി 20 മെട്രിക് ടൺ ഗുഡ്സ് ഫ്രം ജയ്പൂർ ടു ബാക്ക് ടു ഡൽഹി. അപ്പോൾ ജയ്പൂരിന് ഡൽഹിയിലേക്കും പോയി. ഇനി എത്ര മെട്രിക് ടണ്ണാണ് ഇവർ കൊണ്ടുപോയിട്ടുള്ളത് നോക്കാം. ഇവിടുന്ന് 30 ടണ്ണായിട്ടാണ് പോയിട്ടുള്ളത്. അവിടെ 12 എണ്ണം ഇവിടെ ഇറക്കിയതിന് ശേഷം ബാക്കി 18 എണ്ണമായിട്ടുമാണ് ജയ്പൂരിൽ പോയിട്ടുള്ളത്. ജയ്പൂർ അത് അൺലോഡ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് 20 ടണ്ണ് കയറി നമ്മൾ എങ്ങോട്ട് പോയി? ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചു പോയി. ഓക്കെ, ഇനി എത്ര കിലോമീറ്റർ ആണെന്ന് പറഞ്ഞത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡൽഹി ടു ആഗ്ര. ഡൽഹി ടു ആഗ്ര എത്രയാണ്? ആഗ്ര ടു ജയ്പൂർ, ജയ്പൂർ ടു ഡൽഹി 230, 240, 280. 230, 240, 280. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ തന്നിട്ടുണ്ട്. കിലോമീറ്റർ, മെട്രിക് ടൺ. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കമ്പ്യൂട്ട് അബ്സല്യൂട്ട് മെട്രിക് ടൺ കിലോമീറ്റർ ആൻഡ് കൊമേഴ്ഷ്യൽ മെട്രിക് ടൺ കിലോമീറ്റർ. ഓക്കെ, അബ്സല്യൂട്ട് മെട്രിക് ടൺ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ്. അബ്സല്യൂട്ട്ലി നമ്മൾ എത്ര കിലോമീറ്റർ എത്ര ടണ്ണായിട്ട് പോയി നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 30 ടൺ ഏറ്റ് ടണ്ണ് എഴുതുന്നില്ല, 230 കിലോമീറ്റർ പോയി. പ്ലസ് പിന്നെ പോയത് 18 മെട്രിക് ടൺ ഏറ്റ് 240 കിലോമീറ്റർ പോയി. പിന്നെ പോയത് 20 കിലോമീറ്റർ ആയിട്ട് 20 മെട്രിക് ടൺ ആയിട്ട് 280 കിലോമീറ്റർ പോയി. ഓക്കെ, അബ്സല്യൂട്ട് മെട്രിക് ടൺ കിലോമീറ്റർ ആണ്. അതായത് വെയ്റ്റഡ് ആവറേജ് നമ്മൾ കറക്റ്റ് എത്ര കിലോമീറ്റർ എത്ര ടണ്ണായിട്ട് പോയി എന്ന് നോക്കുന്നുണ്ട്. കറക്റ്റ് നമ്മൾ ട്രാക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് എത്ര കിട്ടുന്നു? 16,820. ഇനി അടുത്ത് വെച്ചിട്ടുള്ളത് കൊമേഴ്ഷ്യൽ മെട്രിക് ടൺ കിലോമീറ്റർ. കൊമേഴ്ഷ്യൽ മെട്രിക് ടൺ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്നും ആക്ച്വലി ട്രാക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഓരോ വണ്ടി എത്ര കിലോമീറ്ററാണ് എത്ര ടണ്ണായിട്ടാണ് പോയതെന്നുള്ളത്. അതിനുവേണ്ടി അവരൊരു ആവറേജ് എടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ആവറേജ്, അതായത് സിമ്പിൾ ആവറേജ് എടുത്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ മെട്രിക് ടൺ കിലോമീറ്റർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ടണ്ണാണ് ആക്ച്വലി കൊണ്ടുപോകുന്നത്? 30 ടണ്ണ്, 18 ടണ്ണ്, 20 ടണ്ണ്. ഇത്ര ടണ്ണ് വെച്ചിട്ടല്ലേ നമ്മൾ വണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ആവറേജ് ടൺ എത്ര? ഡിവൈഡഡ് ബൈ 3. 30 പ്ലസ് 18 പ്ലസ് 20, 22.66 കിലോമീറ്ററാണ് നമ്മൾ ആവറേജ് വെയിറ്റ് നമ്മൾ ക്യാരി ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ 30, 18, 20 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളൊരു ആവറേജ് എത്രയാണ്? 3 ട്രിപ്പുകളിലായിട്ട് നമ്മൾ 26.66 നമ്മൾ ആവറേജ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇങ്ങനെ 22.66 ക്യാരി ചെയ്തിട്ട് നമ്മൾ എത്ര കിലോമീറ്റർ ആണ് പോയത്? നമ്മൾ കിലോമീറ്റർ പോയത് 230 കിലോമീറ്റർ പോയിട്ടുണ്ട്. പ്ലസ് 240 പ്ലസ് 280. ഓക്കെ, അപ്പോൾ 22.667 ഇൻറ്റു 750 കിലോമീറ്ററാണ് നമ്മൾ പോയിട്ടുള്ളത്. 17,000 കിലോമീറ്റർ മെട്രിക് ടൺ ആണ് നമ്മുടെ സിമ്പിൾ ആവറേജിൽ നമ്മൾ ചെയ്തത്. സിമ്പിൾ ആവറേജ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ മെത്തേഡിൽ ചെയ്തത്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ അബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ്. അതായത് എത്രയാണ് ആക്ച്വലി കറക്റ്റ് കൊണ്ടുപോയി എന്നുള്ളത് നോക്കുന്നത്. അത് നമ്മൾ കൂടുതലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ, നമ്മളെ കോസ്റ്റിങ്ങിൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനാണ് യൂസ് ചെയ്യുക. ഇത് കൊമേഴ്ഷ്യൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ മെട്രിക് ടൺ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആവറേജ് നമ്മൾ എത്രയാണ് നമ്മൾ ദിവസം ട്രിപ്പിൽ ഒരു ആവറേജ് കൊണ്ടുപോകുക ഇൻറ്റു കിലോമീറ്റർ. ഓക്കെ, ഒരു ആവറേജ് വെയിറ്റ് എടുക്കും ഇൻറ്റു കിലോമീറ്റർ അടിക്കും. ഓക്കെ, എല്ലാ വെയിറ്റും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല? ട്രാക്ക് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണ്. 2A. കമ്പ്യൂട്ട് ദ മിസ്സിംഗ് ഡാറ്റ ഇൻഡിക്കേറ്റഡ് ബൈ ദ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കുറച്ച് മിസ്സിംഗ് ഡാറ്റ വന്നിട്ടുണ്ട്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, യൂസേജ് വേരിയൻസ്, കോസ്റ്റ് വേരിയൻസ്, ഇത് മൂന്നും കിട്ടാൻ വേണ്ടി നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും സ്റ്റാൻഡേർഡ് ഇൻപുട്ടും ആക്ച്വൽ ഇൻപുട്ടും തന്നാൽ മതി അല്ലേ? ഇത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ എ എന്ന് പറഞ്ഞ റോ മെറ്റീരിയലിൻ്റെ ആക്ച്വൽ ഇൻപുട്ടും ബി എന്ന് പറഞ്ഞ റോ മെറ്റീരിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ടും തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് രണ്ടും ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഡാറ്റാസും കിട്ടാൻ നമ്മുടെ സാധാ ഇക്വേഷന് യൂസ് ചെയ്താൽ മതി. അതിനിവിടെ യൂസേജ് വേരിയൻസ് 300 രൂപ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് അഡീഷണൽ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് യൂസേജ് വേരിയൻസ്? നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതിനൊക്കെ എക്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ്? അഡ്വേഴ്സ് ആണ്.
ഇനി കുറവാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫേവറബിൾ ആണ്. അപ്പോൾ ഇവിടെ അഡ്വേഴ്സ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതിനേക്കാളും കൂടുതൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്? ഓരോന്ന് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് 15 രൂപയാണ് നഷ്ടം വരുന്നത്. ഞാനിവിടെ നിന്ന് ആക്ച്വൽ പ്രൈസ് എടുക്കാത്ത സ്റ്റാൻഡേർഡ് പ്രൈസ് എടുത്ത് യൂസേജ് വേരിയൻസിന് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൈസാണ് കൺസിഡർ ചെയ്യാറ്. പ്രൈസ് വേരിയൻസിലാണ് നമ്മൾ 20 രൂപ എടുക്കുക. ഓക്കെ, അപ്പോൾ ഓരോന്നും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 15 രൂപ നഷ്ടം വരും. അങ്ങനെയാണെങ്കിൽ 300 രൂപ നഷ്ടം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എണ്ണം എക്സസ് യൂസ് ചെയ്തിട്ടുണ്ടാവും? 300 ഡിവൈഡ് ബൈ 15. 20 എണ്ണം എക്സസ് യൂസ് ചെയ്താലേ 20 × 15 300ലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 20 ആണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണ്? 50. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അത് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എന്തായിരുന്നു ഇക്വേഷൻ? മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഓക്കെ, ഇത് വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 300 മൈനസ് ഇട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര തന്നെയാണ്? 50 തന്നെയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഫോർ ബോത്ത് ദ പ്രൊഡക്റ്റ് ടുഗദർ വാസ് 45 മൈനസ്. അതായത് എൻ്റെയും ബിൻ്റെയും മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. എന്താണ് മിക്സ് വേരിയൻസ്? നമ്മൾ ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ മാറിപ്പോകുമ്പോൾ, ഈൽഡോ ഔട്ട്പുട്ടോ അല്ല, അത് ഇൻപുട്ട് ചെയ്യുന്ന പ്രൊപ്പോർഷൻ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വരുന്ന വേരിയൻസ് ആണ് മിക്സ് വേരിയൻസ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് 45 വരുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് മിക്സ് വേരിയൻസിൻ്റെ ഇക്വേഷൻ? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പോൾ ഇവിടെ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആക്ച്വൽ ഔട്ട്പുട്ടിനെ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷനിലാക്കും. ആക്ച്വൽ ഇൻപുട്ടിനെ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷനിലാക്കും. ഇവിടെ ആക്ച്വൽ ഇൻപുട്ട് എത്രയാണ്? ആക്ച്വൽ ഇൻപുട്ട് ഇവിടെ എൻ്റെ ആക്ച്വൽ ഇൻപുട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ എക്സ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 70 ആണ് എൻ്റെ ആക്ച്വൽ ഇൻപുട്ട്. ആക്ച്വൽ ഇൻപുട്ട് എക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 70 ആണ് എൻ്റെ ആക്ച്വൽ ഇൻപുട്ട്. ഈ ആക്ച്വൽ ഇൻപുട്ടിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷനിലാക്കണം. ഇത് സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ഏതാണ്? 1:1. 50 എന്നല്ലേ? അപ്പോൾ 1:1. അതായത് ഇതിൽ പകുതി ആരതാണ്? എൻ്റെതും ബാക്കി പകുതി ബിൻ്റെതുമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയെന്ന് കിട്ടി? എത്രയാണ്? എക്സ് പ്ലസ് 70 ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മുടെ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? എക്സും 70യും ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? 12ഉം 15ഉം. അപ്പോൾ ഈ ഇക്വേഷൻ എൻ്റെതും ബിൻ്റെതും ചെയ്യാം. ഓക്കെ, അതായത് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അതായത് ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് എക്സ് എത്രയാണ്? 40 kg. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രത്തോളം കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് എന്തേ ഉള്ളൂ? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, യൂസേജ് വേരിയൻസും കോസ്റ്റ് വേരിയൻസും നമ്മൾ സാധാ സിമ്പിൾ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമുക്ക് കുറച്ച് ചടങ്ങുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ, അടുത്ത നമ്മളൊരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 20,000 യൂണിറ്റിൻ്റെ 20,000 യൂണിറ്റ് ഉണ്ടാക്കുകയാണെങ്കിലുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്മളോടൊരു ബഡ്ജറ്റ് എത്ര യൂണിറ്റിൻ്റെ? 15,000-ന് 18,000-ന് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇതൊരു വേരിയബിൾ കോസ്റ്റ് ആണ്. ലേബർ കോസ്റ്റ് വേരിയബിൾ ആണ്. വേരിയബിൾ ഓവർ ഹെഡ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസ് വേരിയബിൾ എത്രയാണ്? വേരിയബിൾ കോസ്റ്റ് ഫിക്സഡ് 20% അല്ലേ? അതായത് 3 രൂപ ഫിക്സഡും ബാക്കി 12 രൂപ വേരിയബിളുമാണ്. ഫിക്സഡ് എത്രയാണ്? 3 രൂപ. ഓക്കെ, ഇനി ഫിക്സഡ് എക്സ്പെൻസ് ഫാക്ടറി എക്സ്പെൻസ് 100% ഫിക്സഡ് ആണ് 7 രൂപ. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 100% ഫിക്സഡ് ആണ് 4 രൂപ. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 85% വേരിയബിൾ ആണ്. അപ്പോൾ 12-ൽ 85%, അതായത് 10.2 ബാക്കി 1.8 എന്താണ്? ഫിക്സഡ് ആണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ എല്ലാ ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 15,000 ഇൻറ്റു 18,000 ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അതായത് യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ആവും. ഇനി ഫിക്സഡ് കോസ്റ്റ് നമുക്ക് അങ്ങനെ 15,000 ഇൻറ്റു 18,000 എന്ന് നേരിട്ട് യൂണിറ്റിന് പ്രൊപ്പോർഷനായിട്ട് ഇൻറ്റു ചെയ്യാൻ പറ്റില്ല. അതായത് ഏത് യൂണിറ്റിനുള്ള പെർ യൂണിറ്റ് കോസ്റ്റ് അവിടെ തന്നിട്ടുള്ളത്? 20,000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാണ്? പെർ യൂണിറ്റ് 3 രൂപയാണ് ഫിക്സഡ് കോസ്റ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ടോട്ടൽ എന്ന് കണ്ടുപിടിക്കുക? 20,000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ 60,000 ആണ് ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ അല്ലേ? അതായത് നമ്മൾ 15,000 ഉണ്ടാക്കുമ്പോൾ 18,000 ഉണ്ടാക്കുമ്പോൾ ഇത് മാറൊന്നുമില്ല. 20,000 ഉണ്ടാക്കുമ്പോൾ എത്രയാണ്? 60,000 ആണെന്നുണ്ടെങ്കിൽ
അത് തന്നെയാണ് പിന്നെ 15,000 ഉണ്ടാക്കുമ്പോഴും 18,000 ഉണ്ടാക്കുമ്പോഴും 20,000 ഉണ്ടാക്കുമ്പോഴും അത് ഫിക്സഡാണ്. ഓക്കെ അല്ലേ? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ? ഓക്കെ. പക്ഷേ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? 15,000 കൊണ്ടും 18,000 കൊണ്ടും ഒക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. ഫിക്സഡ് എക്സ്പെൻസ് ഇൻറ്റു 20,000. 20,000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ എത്രയാണ്? 20,000 ഇൻറ്റു 7 1,40,000. ഈ 1,40,000 തന്നെയാണ് ഏത് യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ക്വസ്റ്റനിൽ നോക്കേണ്ടത് വേരിയബിൾ കോസ്റ്റ് ഉണ്ടോ? വേരിയബിൾ കോസ്റ്റ് യൂണിറ്റിനനുസരിച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ ഏത് ലെവലിൻ്റെ പെർ യൂണിറ്റ് ആണ് അവിടെ തന്നിട്ടുള്ളത്, ആ ലെവൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ പീരീഡിലത്തെ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കുക. അത് തന്നെയാണ് പിന്നെ എല്ലാ പീരീഡിലും. ഓക്കെ. 4 ഇൻറ്റു 20,000 നമുക്ക് എത്ര വരുന്നത്? 80,000. ആ 80,000 തന്നെയാണ് എല്ലാ പീരീഡിലും. ഇനി 1.8 ഇൻറ്റു 20,000 എത്രയാണ്? 36,000. ആ 36,000 തന്നെയാണ് ഏത് ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലും വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. അപ്പോൾ വേരിയബിൾ എക്സ്പെൻസ് എന്ത് ചെയ്യുക? ഇൻറ്റു 15,000 ഇൻറ്റു 18,000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഫിക്സഡ് എക്സ്പെൻസ് ഇപ്പോൾ ഉള്ള ഫിക്സഡ് എക്സ്പെൻസ് എത്രയാണോ അത് തന്നെയാണ് എല്ലാ പീരീഡിലും. അൺലെസ് ക്വസ്റ്റനിൽ മറ്റെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഇവിടെ വേറെ ഒന്നും പറയുന്നില്ല, ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ആവുന്നൊന്നും പറയുന്നില്ല. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നമ്മൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോകണം. ക്വസ്റ്റൻ നമ്പർ 3A. From the following information has been extracted from the books of AB Limited for the year ended 31st March 2025. അപ്പോൾ നമുക്ക് AB Limitedന്റെ മെറ്റീരിയൽ എക്സിനെ കുറിച്ച് മെറ്റീരിയൽ വൈനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണുള്ളത്. എന്നാൽ നമുക്ക് 3 ക്വസ്റ്റൻ ഉണ്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള. ഞാൻ എക്സിന്റെ മാത്രം ചെയ്യുന്നുണ്ട്, വൈൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ചെയ്യുക. എക്സിന്റെ പോലെ തന്നെയാണ് വൈൻ്റെ. ഓക്കെ. ആവറേജ് സ്റ്റോക്ക് എന്തായിരുന്നു? നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ 2 ആണ് നമ്മുടെ ആവറേജ് സ്റ്റോക്ക് അല്ലേ? നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ 2. ഇനി പൊസിഷൻ ഓഫ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ബൈ 10,800. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കായി കൂടുതലാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. എത്രയാണ് കൂടുതൽ? 10,800. ഓക്കെ. ഇനി ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 6 മടങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 6 ടൈംസ്. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ആവറേജ് സ്റ്റോക്കിന്റെ 6 മടങ്ങാണ് നമ്മൾ ആ കൊല്ലം യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ കൺസംഷൻ. ഓക്കെ അല്ലേ? നമ്മുടെ ആവറേജ് സ്റ്റോക്കിന്റെ 6 മടങ്ങാണ് നമ്മുടെ റോ മെറ്റീരിയൽ കൺസംഷൻ. അപ്പോൾ ഇവിടെ 6 ഇൻറ്റു 59,400 നമ്മുടെ ആവറേജ് സ്റ്റോക്ക് 3,56,400 നമ്മുടെ റോ മെറ്റീരിയൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അതായത് നമ്മൾ ആവറേജ് സ്റ്റോക്കിന്റെ 6 മടങ്ങാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻവെന്ററി ടേൺ ഓവർ 6 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോ മെറ്റീരിയൽ കൺസംഷൻ 3,56,400. ഓക്കെ. ഇനി ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് സ്റ്റോക്കിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ഓക്കെ. ആവറേജ് സ്റ്റോക്ക് ക്വസ്റ്റിൽ എത്ര പറഞ്ഞാൽ? 59,400. ഓപ്പണിംഗ് സ്റ്റോക്ക് എനിക്കറിയില്ല, ഞാനത് എക്സ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാളും 10,800 കൂടുതലാണ്. അപ്പോൾ എക്സ് പ്ലസ് 10,800 എന്ന് എനിക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞൂടെ? ഓക്കെ അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് ആണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എക്സ് പ്ലസ് 10,800 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ 2x ഈക്വൽ ടു 10,800. 59,400 ഇൻറ്റു 2 1,18,800. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 10,800 8,000. എക്സ് ഈക്വൽ ടു ഡിവൈഡ് ബൈ 2. 54,000 ആണ് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക്. അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് 54,000 പ്ലസ് 10,800 64,800. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് റോ മെറ്റീരിയൽ കൺസംഷൻ എത്രയാണ് ചെയ്യേണ്ടത്? 33,56,400. ഇനി എക്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് 54,000, ക്ലോസിംഗ് സ്റ്റോക്ക് 64,400. ഓക്കെ. ഇനി എന്താ നമ്മൾ ചോദിച്ചിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് മെറ്റീരിയൽ പർച്ചേസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ആൻഡ് വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി പർച്ചേസ് ചെയ്തത്. ഓക്കെ. നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കൺസംഷൻ ഇക്വേഷൻ എന്തായിരുന്നു? കൺസംഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ. അപ്പോൾ ഇതിൽ കിട്ടാത്ത നമുക്ക് ഏതുള്ളൂ? പർച്ചേസ് മാത്രമേ നമുക്ക് അറിയാത്തുള്ളൂ. അപ്പോൾ ആ പർച്ചേസിനെ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസംഷൻ 3,56,400, ഓപ്പണിംഗ് സ്റ്റോക്ക് 54,000, പർച്ചേസ് നമുക്കറിയില്ല, ക്ലോസിംഗ് സ്റ്റോക്ക് 64,800. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പർച്ചേസ് എത്ര കിട്ടാം? 3,56,400 മൈനസ് 54,000 3,67,200. ഇതാണ് നമ്മുടെ പർച്ചേസ് വില. 3,67,200. 3,67,200 ആണ് എക്സിൻ്റെ പർച്ചേസ് വില. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ വൈനും ചെയ്യാനുള്ളൂ. ഇതേ കൺസെപ്റ്റും കാൽക്കുലേഷൻ തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റിലുള്ള ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റിലൂടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഫോർ വിച്ച് ദ ആവറേജ് ഇൻവെൻട്രി ഈസ് ഹെൽഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഈച്ച് മെറ്റീരിയൽ. അപ്പോൾ ഓരോ മെറ്റീരിയലും
ഓരോ മെറ്റീരിയലിൻ്റെ ആവറേജ് ഇൻവെൻട്രി നമ്മൾ എത്ര ദിവസം വരെ ഹോൾഡ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ആവറേജ് ഇൻവെൻട്രി എത്രയാണ്? 59,400. ആവറേജ് ഇൻവെൻട്രി 59,400. നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്യാൻ പോകുന്നത് എത്രയാണ്? ഒരു വർഷം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് 3,56,400. 3,56,400 ഡിവൈഡഡ് ബൈ 360 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്യാൻ പോകുന്നത് 990 ആണ്. ഒരു ദിവസം നമ്മുടെ കൺസംഷൻ 990 ആണ്. ഈ 990 വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും? അപ്പോൾ 59,400 ഡിവൈഡഡ് ബൈ 990, 60 ഡേയ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എത്ര തന്നെയാണ് കിട്ടുന്നത്? 60 ഡേയ്സ്. അവർ വേറൊരു ഇക്വേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ എത്ര പ്രാവശ്യം ടേൺ ഓവർ ചെയ്യുന്നുണ്ട്? 6 പ്രാവശ്യം ടേൺ ഓവർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളത് മേടിക്കുന്നു, സ്റ്റോക്കായിട്ട് വെക്കുന്നു, കൺസംഷൻ ചെയ്യുന്നു, മേടിക്കുന്നു, സ്റ്റോക്കായിട്ട് വെക്കുന്നു, കൺസംഷൻ വെക്കുന്നു, 6 പ്രാവശ്യം. അപ്പോൾ ഒരു വർഷത്തിൽ 6 പ്രാവശ്യം ഇങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 60 ദിവസം. അതായത് 360 ഡിവൈഡഡ് ബൈ 6, 60 ദിവസം. ഈ രണ്ട് രീതിയിലും എന്ത് ചെയ്യാം? നമുക്ക് ഹെൽഡ് ചെയ്യുന്ന ദിവസം കണ്ടുപിടിക്കാം. ഇനി അടുത്ത ചോദിച്ചിട്ടുള്ളത്, കമൻറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രി ഓഫ് ഈച്ച് മെറ്റീരിയൽ. അതായത് ഇതിൻ്റെ രണ്ട് മെറ്റീരിയലിൻ്റെയും മൂവ്മെൻറ്റ് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മെറ്റീരിയൽ വൈ ഈസ് ഫാസ്റ്റ് മൂവിങ് ദാൻ ദ മെറ്റീരിയൽ എക്സ് ബിക്കോസ് ഇറ്റ് വാസ് ഹെൽഡ് ഫോർ 45 ഡേയ്സ് എഗെയിൻസ്റ്റ് 60 ഡേയ്സ്. അതായത് നമ്മളെ മെറ്റീരിയൽ എക്സ് 60 ദിവസം ഹോൾഡ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ വൈ എത്ര ദിവസം ഹോൾഡ് ചെയ്യുന്നത്? 45 ദിവസം ഹോൾഡ് ചെയ്യുന്നു. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു? കൺസ്യൂം ഹോൾഡ് ചെയ്യുന്നു, അത് 45 ദിവസത്തിനുള്ളിൽ കൺസംഷന് വേണ്ടി കഴിയുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ നോക്കിയാലും മതി. നമ്മളെ എക്സ് എത്ര പ്രാവശ്യം ടേൺ ഓവർ ചെയ്യുന്നത്? 6 പ്രാവശ്യം. അതേസമയം വൈ എത്ര പ്രാവശ്യം ടേൺ ഓവർ ചെയ്യുന്നുണ്ട്? 8 പ്രാവശ്യം ടേൺ ഓവർ ചെയ്യുന്നുണ്ട്. അതായത് പർച്ചേസ് ചെയ്യുന്നു, ഹെൽഡ് ചെയ്യുന്നു, ഈ കൺസംഷൻ ചെയ്യുന്നു. അങ്ങനെ ഒരു വർഷത്തിൽ 8 പ്രാവശ്യവും. മെറ്റീരിയൽ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 6 പ്രാവശ്യം. അപ്പോൾ ഏതാണ് കുറച്ചും കൂടി ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളത്? മെറ്റീരിയൽ വൈ ആണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളത്. ഓക്കെ അല്ല മക്കളെ? അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3B. The Union Limited has the following account balance and distribution of direct expense on 31st March 2025. അപ്പോൾ നമുക്കിത് ഓവർ ഹെഡ് എന്നുള്ള പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ്റെയും ക്വസ്റ്റ്യൻ ആണ്. ഇതിലിവർ കുറച്ച് എക്സ്പെൻസുകൾ ഓൾറെഡി ഡയറക്റ്റ്ലി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് ഓവർ ഹെഡ് ടു ബി അലോക്കേറ്റ് ചെയ്യാനുള്ള ഓവർ ഹെഡ് കുറച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് അലോക്കേറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസ് അവർ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് അനുയോജ്യമായിട്ടുള്ള ഡ്രൈവർ പിക്ക് ചെയ്യുക, അപ്പോഷൻ ചെയ്യുക. ഓക്കെ, നോക്കി നോക്കാം. പവറിന് ഏതാണ് നല്ലത്? ഫ്ലോർ സ്പേസ് ഉണ്ട്, റേഡിയേറ്റർ സെക്ഷൻ ഉണ്ട്, നമ്പർ ഓഫ് എംപ്ലോയി ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, ഹോഴ്സ് പവർ ഉണ്ട്. അപ്പോൾ ഹോഴ്സ് പവർ അല്ലേ പവറിന് അപ്പോഷൻ ചെയ്യേണ്ട ബേസിസ്. റെൻറ്റ് നമുക്ക് ഫ്ലോർ സ്പേസിൻ്റെ വീതിക്കാം. ഫ്യൂൽ ആൻഡ് ഹീറ്റ് റേഡിയേറ്റർ സെക്ഷൻ്റെ ബേസിൽ വീതിക്കാം. ഇൻഷുറൻസ്, ടാക്സ്, ഡിപ്രീസിയേഷൻ. ഇൻഷുറൻസ്, ടാക്സ്, ഡിപ്രീസിയേഷൻ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിൽ വീതിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്പർ ഓഫ് എംപ്ലോയി ഇവിടെ തന്നിട്ടുണ്ട്. അതിനിവിടെ ദ എക്സ്പെൻസസ് ചാർജ്ഡ് ടു സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് ആരാണ്? നമ്മുടെ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ടു അതർ ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ദ ഫോളോയിങ് പെർസെൻറ്റേജ്. അപ്പോൾ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 50% കോസ്റ്റ് മെഷീൻ ഡിപ്പാർട്ട്മെൻറ്റിന്, 20% കോസ്റ്റ് പാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന്, 30% ജനറൽ പ്ലാന്റിന്. ജനറൽ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? നമ്മളൊരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ദ ജനറൽ പ്ലാന്റ് ഓവർ ഹെഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് എംപ്ലോയി. അപ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിലാണ് ജനറൽ പ്ലാന്റ് എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ളവർക്കൊക്കെ സർവീസ് കൊടുക്കുന്നത്. നമ്പർ ഓഫ് എംപ്ലോയിൻ്റെ ബേസ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട്? മെഷീൻ ഷോപ്പിൽ എംപ്ലോയി ഉണ്ട്, പാക്കിങ്ങിൽ എംപ്ലോയി ഉണ്ട്. ജനറൽ പ്ലാന്റ് തന്നെ കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സ്റ്റോറിലും എംപ്ലോയി ഉണ്ട്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ റെസിപ്രോക്കൽ മെത്തേഡാണ്. അതായത് നമ്മുടെ സ്റ്റോർ ജനറൽ പ്ലാന്റിന് കൊടുക്കുന്നുണ്ട്, ജനറൽ പ്ലാന്റ് സ്റ്റോറിനും സർവീസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ നമ്മളോട് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഏത് മെത്തേഡ് വെച്ചിട്ടും സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഒന്നുമില്ല, ഈ ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം നമ്മൾ ഈ കോസ്റ്റ് ഡ്രൈവറിൻ്റെ ബേസിൽ വീതിച്ചു കൊടുക്കും. ഓക്കെ അല്ലേ? ഡയറക്റ്റ് എക്സ്പെൻസ് ഇതുവരെ തന്നത് അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അവർ വേറൊരു സ്റ്റേറ്റ്മെൻറ്റിൽ പവർ, ഹോഴ്സ് പവറിൻ്റെ, റെൻറ്റ്, ഫ്ലോർ, ഫ്യൂൽ ആൻഡ് ഹീറ്റ്, റേഡിയേറ്റർ സെക്ഷൻ, ബാക്കിയുള്ള ഇൻഷുറൻസ്, ടാക്സ്, ഡിപ്രീസിയേഷൻ എല്ലാം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിൽ വീതിച്ച് അതിൻ്റെ ടോട്ടൽ കൊണ്ടുവന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ സമ്മറി ഓഫ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. സമ്മറി ഓഫ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കിട്ടി. ഇനി ഈ രണ്ട് എമൗണ്ട് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ റീ അപ്പോർഷൻമെൻറ്റ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. അത് ഏത് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞ്? നമ്മുടെ
സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് വെച്ച്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യണം. ആരതൊക്കെയാണ്? ജനറൽ പ്ലാന്റിൻ്റെ എക്സ്പെൻസ്. ജനറൽ പ്ലാന്റിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? എവിടെ? 1,25,775. 1,25,775. സ്റ്റോറിൻ്റെ എക്സ്പെൻസ് 87,550. ഇനി ഇത് മാത്രമല്ല എക്സ്പെൻസ്, ജനറൽ പ്ലാന്റ് ആർക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്? സ്റ്റോറിന് സർവീസ് കൊടുക്കുന്നുണ്ട്. എന്തിൻ്റെ ബേസിൽ? നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിൽ. ഓക്കെ അല്ലേ? ഇതൊന്ന് പേഴ്സൻറ്റേജിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് 3 പേരതും 40ൽ 8 സ്റ്റോറിനാണ് കൊടുക്കുന്നത്. അതായത് 20%. അതായത് ജനറൽ പ്ലാന്റിൻ്റെ 20% എക്സ്പെൻസ് ആരതാണ്? സ്റ്റോറിൻ്റെ എക്സ്പെൻസ് ആണ്. അപ്പോൾ സ്റ്റോറിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 87,550 പ്ലസ് 20% ഓഫ് ജനറൽ പ്ലാന്റ്. ഓക്കെ അല്ലേ? ഇനി ജനറൽ പ്ലാന്റിൻ്റെ എക്സ്പെൻസ് എത്രയാണ്? 1,25,775 പ്ലസ് 30% എക്സ്പെൻസസ് ഓഫ് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷൻ വെച്ച് ഇത് നമ്മൾ എന്ത് ചെയ്യുക? സൈമിൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഇതെങ്ങനെ സോൾവ് ചെയ്യുക? നമ്മൾ ഈ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ എടുക്കുക, എന്നിട്ട് ഇവിടുത്തെ ജീനെ ഇത് റീപ്ലേസ് ചെയ്യുക. 0.2 ഇൻറ്റു 1,25,775 പ്ലസ് 0.3s. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഒരൊറ്റ എസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ബാക്കിയുള്ളതൊക്കെ സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ എയും ബിയും യൂസ് ചെയ്തിട്ടാണ്, ജനറൽ പ്ലാന്റിനും ഇതും യൂസ് ചെയ്തിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. എനിവേ നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,19,899. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,61,745. എ ആരാണ്? എ നമുക്ക് ജനറൽ പ്ലാന്റ് ആണ്. ജനറൽ പ്ലാന്റും ഇവിടെ നമ്മളെ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ വെച്ച് ഈ 2 അമൗണ്ട് എന്ത് ചെയ്യുക? ഇവർക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ആർക്കൊക്കെ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഏതൊക്കെ ബേസിസിൽ? നമ്മളിവിടെ തന്നിട്ടുള്ള നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിൽ ബാക്കിയുള്ളവർക്ക്, അതായത് ഇവിടെ 50%, 30%, ഇവിടെ 50%, 20% അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വരാൻ പറ്റുന്ന സൈമിൾട്ടേനിയസ് ഇക്വേഷൻ എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇത് പെർസെൻറ്റേജിലല്ല തന്നിട്ടുള്ളത്. നമുക്ക് നോർമലി ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജിൽ തരും. ഇത് നമ്മൾ നമ്പറിൽ തന്നു, അത് പെർസെൻറ്റേജിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഓക്കെ മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റിലോട്ട് വേണം. 4A. നമ്മളെ കമ്പനി ഒരു അവാർഡ് മെഡാലിയൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. മെഡൽസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ദ കമ്പനി ഓപ്പറേറ്റ് എ മന്ത്ലി പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓഫ് 12,000. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി എത്രയാണ്? 12,000 കപ്പാസിറ്റി ഉണ്ട്. ദ കറൻ്റ്ലി പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിംഗ് 9,000 മെഡാലിയൻസ് പെർ മന്ത് ഇൻ എ ഡൊമസ്റ്റിക് മാർക്കറ്റ് അറ്റ് എ പ്രൈസ് ഓഫ് 180. അപ്പോൾ നമ്മളിപ്പോൾ 9,000 മെഡൽസ് ഉണ്ടാക്കിയിട്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ മാത്രം വിൽക്കുന്നു 180 രൂപക്ക്. ഇപ്പോൾ നമുക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്? 12,000 കപ്പാസിറ്റി ഉണ്ട്. ഇപ്പം ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എത്ര ഡിമാൻഡുള്ളൂ? 9,000 ഡിമാൻഡുള്ളൂ. 3,000 കപ്പാസിറ്റി ഐഡിയലായിട്ട് പോകുന്നുണ്ട്, പ്രശ്നമില്ല. ഓക്കെ, ഇനി അവരുടെ കോസ്റ്റ് എലമെൻറ്റ് വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ ബാച്ച് കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് 3 എലമെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ 2 വേരിയബിൾ ആണ്. ഓക്കെ, നമുക്ക് വേരിയബിൾ കോസ്റ്റ് മാത്രം ഒന്ന് പെർ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്ര? 3,42,000 ഡിവൈഡഡ് ബൈ 9,000 38. 3,96,000 ഡിവൈഡ് ബൈ 9,000 44. 99,000 ഡിവൈഡ് ബൈ 9,000 11. 93 റുപ്പീസാണ് ഇപ്പം നമ്മുടെ വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് അതിന് പുറമേ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 93 റുപ്പീസാണ്. ഇതിൽ 180 രൂപക്കാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്ന 87 രൂപ കോൺട്രിബ്യൂഷനാണ് പെർ യൂണിറ്റ്. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പോട്ടെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ദ ബാച്ച് സൈസ് ഓഫ് ഫോർ മൈൻക്രാഫ്റ്റ് ലിമിറ്റഡ് ഈസ് റെഗുലർ പ്രൊഡക്ഷൻ ഈസ് 50 മെഡൽ പെർ ബാച്ച്. അപ്പോൾ 50 മെഡൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ബാച്ചിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 180 × 50 9,000 ആണ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, however a special order received from an international client involving the production of 3,000 medallions which differ batch configuration. For this special order, the company is required to manufacture the medallions in 30 batch with each batch consisting of 100 medallions. അപ്പോൾ
നമുക്കിപ്പോൾ ഒരു പുതിയ ഓർഡർ വന്നു. നമ്മൾ ഐഡിയലായിട്ട് കിടക്കുന്ന 3000 അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു 3000 മെഡൽസിന് നമുക്ക് ഓർഡർ വന്നു. അപ്പോൾ ഇതിന് ഈ ഒരു സ്പെഷ്യൽ ഓർഡറിന് നമ്മൾ 100 ക്വാണ്ടിറ്റി വെച്ച് 30 ബാച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനത്തെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റാണ് വന്നിട്ടുള്ളത്. 30 ബാച്ച് 100 ക്വാണ്ടിറ്റി വെച്ച് 3000 ആയി. ഓക്കെ, നമ്മൾ നോർമലി 50 ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇവർക്ക് എങ്ങനെ വേണം? 30 ബാച്ച് 100 ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് മാനുഫാക്ചർ ചെയ്യേണ്ടത്. ഓക്കെ, ദ ക്ലയൻറ്റ് ഹാസ് ഓഫേർഡ് എ പ്രൈസ് ഓഫ് 125 പെർ മെഡാലിയൻസ് ഇൻ വൺ ടൈം ഓർഡർ. അപ്പോൾ ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ, റെഗുലർ ഓർഡർ ഒന്നല്ല. അപ്പോൾ ഈ ഓർഡർ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഷുഡ് മൈൻക്രാഫ്റ്റ് accept the special order, support your recommendation with the relevant calculation and brief justification. അപ്പോൾ നമ്മൾ ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 2 രീതിയിൽ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ 2 രീതി ചെയ്യാം. ഒന്ന്, ഇപ്പോഴത്തെ പ്രോഫിറ്റും ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്താലുള്ള പ്രോഫിറ്റും നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോഫിറ്റ് ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓഫർ അക്സെപ്റ്റ് ചെയ്യാം. അതാണ് ജസ്റ്റിഫിക്കേഷൻ. അല്ലാതെ നമ്മുടെ ഒരു മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന എന്ത് മാത്രമേ ഉള്ളൂ? വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എത്രയാണ് വേരിയബിൾ കോസ്റ്റ് വരുന്നത്? ഇവിടെ 38 രൂപ നമ്മളെന്താണ്? മെറ്റീരിയൽ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ 44 രൂപ. ഇനി ബാച്ചിൻ്റെ കോസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ ബാച്ചിനും 550 രൂപയാണ്. അങ്ങനത്തെ 30 ബാച്ചാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ 550 രൂപ കൊടുക്കുന്നത് എത്ര യൂണിറ്റിനാണ്? 100 യൂണിറ്റിനാണ് 550 രൂപ. അപ്പോൾ ഒരു യൂണിറ്റിന് കോസ്റ്റ് എത്രയാണ്? 5.5. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന മൊത്തത്തിൽ വരുന്ന വേരിയബിൾ കോസ്റ്റ് 5.5. അപ്പോൾ നമുക്ക് 38 + 44 + 5.5 87.5 രൂപയാണ് നമുക്ക് വേരിയബിൾ കോസ്റ്റ് വരുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് വരുന്ന വേരിയബിൾ കോസ്റ്റ് 87.5. നമുക്ക് അതിൻ്റെ മുന്നേ എത്രയായിരുന്നു വേരിയബിൾ കോസ്റ്റ്? 93 ആയിരുന്നു. ഇവിടെ എന്താണ് 87.5 ആവാൻ കാരണം? കുറയാൻ കാരണം പണ്ട് നമ്മൾ ഒരു ബാച്ചിൽ 50 എണ്ണം ഉണ്ടാക്കിയിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ബാച്ചിൽ നമുക്ക് എത്ര ഉണ്ടാക്കുന്നുണ്ട്? 30 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. സോറി 100 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ബാച്ച് കോസ്റ്റ് ഇവിടെ 550 എണ്ണം വെച്ച് 550 കോസ്റ്റ് വരുന്നത് 50 യൂണിറ്റിനാണ്. എന്നാൽ ഇവിടെ 550 കോസ്റ്റ് വരുന്ന എത്ര യൂണിറ്റിനാണ്? 100 യൂണിറ്റിനാണ്. അപ്പോൾ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ബാച്ചിൻ്റെ വേരിയബിൾ കോസ്റ്റും കുറഞ്ഞിട്ടുണ്ട് 87.5. ഓക്കെ, ഈ 87.5 നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സാധനം 125 രൂപക്ക് അവർ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യാം അല്ലേ? നമ്മുടെ മിനിമം പ്രൈസ് എത്രയാണ്? 87.5. അതാണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ്, അതാണ് നമ്മുടെ മിനിമം പ്രൈസ്. പക്ഷേ ഇവർ ഓഫർ ചെയ്ത പ്രൈസ് എത്രയാണ്? 125. അപ്പോൾ നമുക്ക് ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്തൂടെ? ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതോടെ കൂടെ ഓരോ യൂണിറ്റിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 37.5 ഓരോ യൂണിറ്റിൻ്റെ കയ്യിൽ നിന്നും. അങ്ങനെയാണെങ്കിൽ 3000 യൂണിറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇൻറ്റു 3000 നമുക്ക് 1,12,500 രൂപ എന്ത് കിട്ടും? എക്സസ് ആയിട്ട് കോൺട്രിബ്യൂഷൻ കിട്ടും. ആ കോൺട്രിബ്യൂഷൻ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി കവർ ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? അത് പ്രോഫിറ്റിലോട്ട് മാറ്റാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അതായത് ഈ രീതിയിലല്ല നമ്മൾ സജസ്റ്റ് ആൻസറിൽ ആ മൊത്തം കാൽക്കുലേഷൻ കാണിച്ചിട്ടാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെയും പ്രസൻറ്റ് ചെയ്യാം. നമ്മുടെ വേരിയബിൾ കോസ്റ്റ്, അതായത് റെലവൻറ്റ് കോസ്റ്റ്, ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റ് ഇതേ ഉള്ളൂ. ഫിക്സഡ് കോസ്റ്റ് എക്സ്ട്രാ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു കോസ്റ്റിൽ വരുന്ന സാധനം നമ്മൾ ഈ ഒരു പ്രൈസിന് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? നമുക്ക് പ്രോഫിറ്റ് ആണ്. എത്ര പ്രോഫിറ്റ് കിട്ടും? ഓരോ യൂണിറ്റിൻ്റെ 37.5, അങ്ങനെ 3000 യൂണിറ്റിൻ്റെ 1,12,500. ഓക്കെ, ഇനി ഇവരെ സജസ്റ്റഡ് ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സജസ്റ്റഡ് ആൻസറിൽ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഫിറ്റ് അവർ ടോട്ടലായിട്ട് തന്നെ കണ്ടുപിടിച്ചു. സെയിൽസ് എത്രയാണ്? 3000 × 125 3,75,000. 3000 × 38 3000 × 44. സെറ്റപ്പ് കോസ്റ്റ് ക്വാണ്ടിറ്റി കൺട്രോൾ നമ്മൾ ബാച്ചിൻ്റെ കോസ്റ്റ് 30 ബാച്ചിന് 550 രൂപ വെച്ച് 16,500. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റിൽ നിന്ന് ഈ ഒരു വേരിയബിൾ കോസ്റ്റ് എല്ലാം കുറച്ച് കഴിഞ്ഞാൽ 12,500 എക്സ്ട്രാ കോൺട്രിബ്യൂഷൻ കിട്ടും. ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി കവർ ആയതുകൊണ്ട് നമുക്കിത് പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Assume the plant capacity is reduced to 10,000 unit due to scheduled maintenance. The special order must be accepted in full or not at all. Should Minecraft accept the special order under this new condition? Provide brief reasoning to support by the contribution margin analysis. അപ്പോൾ നമുക്ക് ഓൾറെഡി 12,000 ഉണ്ടായിരുന്നു കപ്പാസിറ്റി. നമുക്ക് ഇപ്പോൾ ഉള്ളത് 9,000 ഡൊമസ്റ്റിക്,
ഡിമാൻഡ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു 3000 കൂടി ആഡ് ചെയ്ത് നമുക്കൊരു 12000 ആക്കാമായിരുന്നു ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്താൽ. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് നമ്മുടെ കപ്പാസിറ്റി എത്രയിലേക്ക് ചുരുങ്ങും? 10000ത്തിലേക്ക് ചുരുങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് കപ്പാസിറ്റി 9000 നിന്ന് 7000ത്തിലേക്ക് ആക്കണം. ഓക്കെ അല്ലേ മക്കളെ? നമ്മൾ ഡൊമസ്റ്റിക് കപ്പാസിറ്റി 9000 നിന്ന് 7000ത്തിലേക്ക് മാറ്റിയാൽ മാത്രമേ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഓഫർ എന്ത് ചെയ്യാൻ പറ്റില്ല? പാർട്ടായിട്ടൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അക്സെപ്റ്റ് ഇൻ ഫുള്ളാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ 10000 കപ്പാസിറ്റി, അതിൽ 3000 അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൊമസ്റ്റിക് കപ്പാസിറ്റി 9000 നിന്ന് 7000ത്തിലേക്ക് മാറ്റണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സസ് ആയിട്ടുള്ളൊരു കാര്യം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഈ 9000ത്തിൽ നിന്ന് 7000ത്തിലേക്ക് മാറ്റുമ്പോൾ 2000 യൂണിറ്റിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ നമ്മൾ മിസ് ചെയ്തിട്ടാണ് ഈ 3000 യൂണിറ്റ് നമ്മൾ വിൽക്കുന്നത് അല്ലേ? നമ്മളിപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന 9000. ഓക്കെ, ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ 3000 വിൽക്കുമ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് കപ്പാസിറ്റിയിലുള്ള ഡൊമസ്റ്റിക് ഡിമാൻഡിലുള്ള 2000 നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഈ 3000 നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ ഈ 2000ത്തിൻ്റെ പ്രോഫിറ്റ് നമ്മുടെ ഈ 3000ത്തിൻ്റെ, അതായത് ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്ന 3000ത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വരുന്ന കോസ്റ്റിൽ ഡയറക്റ്റ് മെറ്റീരിയൽ 38, ഡയറക്റ്റ് ലേബർ 44, പിന്നെ നമ്മുടെ ബാച്ച്, ഓരോ ബാച്ചിൻ്റെ കോസ്റ്റ് 5.5, പിന്നെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്രയാണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 2000 യൂണിറ്റ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഈ 2000 യൂണിറ്റിന് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുമായിരുന്നു? 2000 യൂണിറ്റ് 180 രൂപക്കല്ലേ വെക്കുന്നത്? 180 മൈനസ് അത് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എത്രയാണ്? 93. 87 രൂപ കോൺട്രിബ്യൂഷനാണ് ഓരോ യൂണിറ്റും എന്ന് നമുക്ക് ഇതുവരെ കിട്ടിയിരുന്നത്. അങ്ങനെ കിട്ടുന്ന 2000 യൂണിറ്റ് അവർ മിസ് ചെയ്തിട്ടാണ് എത്ര യൂണിറ്റ് ഉണ്ടാക്കുന്നത്? 3000 യൂണിറ്റ് ഉണ്ടാക്കുന്നത്. അതായത് ഓരോ യൂണിറ്റിനും നമുക്ക് എത്ര നഷ്ടം വരുന്നുണ്ട്? 2000 × 87, 1,74,000 മിസ് ചെയ്യുന്നുണ്ട്. എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ? 3000 യൂണിറ്റ് ഉണ്ടാക്കാൻ. ക്ലിയർ അല്ല മക്കളെ? 2000 ഒഴിവാക്കിയിട്ടാണ് നമ്മൾ 3000 ഉണ്ടാക്കുന്നത്. അപ്പോൾ 1,74,000 രൂപ മിസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 3000 യൂണിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ യൂണിറ്റിന് വരുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്രയാണ്? 58 രൂപ. അപ്പോൾ നമുക്ക് മൊത്തം വേരിയബിൾ കോസ്റ്റ് 58, 5.5 പ്ലസ് 44 പ്ലസ് 38, 145.5. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 145.5. ഈ സാധനം നമ്മൾ 125 രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര നഷ്ടം വരും? 20.5 രൂപ നഷ്ടം വരും. ക്ലിയർ ആണോ? അതായത് നമ്മൾ ഇപ്പം ഉണ്ടാക്കുന്ന കപ്പാസിറ്റി നമ്മൾ ഒഴിവാക്കിയിട്ടാണ് 2000 യൂണിറ്റ് ഇൻറ്റു 87. ആ 2000 യൂണിറ്റ് വന്ന് 87 രൂപ കോൺട്രിബ്യൂഷൻ കിട്ടിയിരുന്നു. എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ? 3000 യൂണിറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഒരു യൂണിറ്റിന് നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുന്ന 58 രൂപ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റ് എത്രയാണ്? 147 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അത് 125 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 20.5 രൂപ നഷ്ടം. അങ്ങനത്തെ എത്ര യൂണിറ്റ് വിൽക്കുന്നുണ്ട്? 3000 യൂണിറ്റ് വിൽക്കുമ്പോൾ 61,500 രൂപ നമുക്ക് എന്ത് വരും? നഷ്ടം വരും. ഈ ഓഫർ ഈ കണ്ടീഷനിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? അത് നമ്മളെ സജസ്റ്റഡ് ആൻസറിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടേഷനാണ് കൊടുത്തിട്ടുള്ളത്. അല്ല, ഡീറ്റെയിൽഡ് ആയിട്ടില്ല. അവരെന്ത് ചെയ്യുന്നു? അവർക്ക് ഓൾറെഡി ഈ ഒരു പ്രോഫിറ്റ് കിട്ടുന്ന 1,12,500 അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അവർക്ക് ഈ ഒരു പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി അവർ എത്ര കോൺട്രിബ്യൂഷനാണ് ലോസ് ചെയ്യുന്നത്? 2000 യൂണിറ്റിൽ നിന്ന് 87 കാൽക്കുലേറ്റ് ചെയ്താണ് അവർ. ഓക്കെ, 2000 യൂണിറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ 1,74,000. അപ്പോൾ മൊത്തം നഷ്ടം വരുന്നത് 61,500. ക്ലിയർ ആണ് മക്കളെ? അപ്പോൾ ഈ രീതിയിൽ ഇത് ആൻസർ ചെയ്യാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് വേരിയബിൾ കോസ്റ്റ് മാത്രം വരും. അപ്പോൾ നമുക്ക് എത്ര വേരിയബിൾ കോസ്റ്റ് വരുന്നത്? 87.5. എന്നാൽ അടുത്ത സിറ്റുവേഷനിൽ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു നമ്മളെ അടുത്ത ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ മിസ് ചെയ്യുന്നതും ഈ ഒരു പ്രൊഡക്ഷൻ്റെ ഈ ഒരു ഡിസിഷൻ്റെ കോസ്റ്റാണ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. അപ്പോൾ അത് എത്ര വരുന്നുണ്ട്? 58 രൂപ വരുന്നുണ്ട്. അപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 145. അത് നമ്മൾ 125 വിറ്റ് കഴിഞ്ഞാൽ 20.5 ഒരു യൂണിറ്റ് നഷ്ടം. മൊത്തം 61,500 നഷ്ടം. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇപ്പോൾ ഉള്ള ഡൊമസ്റ്റിക് 9,000 യൂണിറ്റ് എന്ന് എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റിലോട്ട് വേണം. ക്വസ്റ്റ്യൻ നമ്പർ 4B. ഓക്കെ, നമ്മൾ അക്വ പെയിൻറ്റ് ലിമിറ്റഡ് ഈസ് എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് വാട്ടർ ബേസ്ഡ് പെയിൻറ്റ്
ഫോർ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അപ്പോൾ നമ്മുടെ പെയിൻറ് ഉണ്ടാക്കുന്ന ഒരു അക്വേ പെയിൻറ് ലിമിറ്റഡ് ആണ് കമ്പനി നമ്മുടെ. ഓക്കെ, ഈ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ടാണ്. ഫിഫോ മെത്തേഡിലാണ് അവർ WIP ഒക്കെ വാല്യൂ ചെയ്യുന്നത്, ഫിനിഷ് ഗുഡ്സും. ഡ്യൂ ടു എ സിസ്റ്റം ഫെയിലിയർ ഡ്യൂറിങ് ദ പ്രീവിയസ് മന്ത് പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ ഡാറ്റ വാസ് ലോസ്റ്റ്. അപ്പോൾ കുറച്ച് പ്രൊഡക്ഷൻ ഡാറ്റ എന്തായതുണ്ട്, മിസ്സായിട്ടുണ്ട് അവരുടെ ഒരു ഫെയിലിയർ കാരണം, സിസ്റ്റം ഫെയിലിയർ കാരണം. ഹവർ സം കീ ഇൻഫർമേഷൻ വാസ് റിക്കവേർഡ് ആൻഡ് ദ മാനേജ്മെൻറ്റ് വാസ് അപ്പോയിൻറ്റഡ് യു ടു ഹെൽപ്പ് ദ പ്രിപ്പയർ ദ പ്രോസസ് അക്കൗണ്ട് ഫോർ ദ എഫക്റ്റഡ് മന്ത്. അപ്പോൾ നിങ്ങളെ ഒരു ബാക്കിയുള്ള ഡീറ്റെയിൽസും പ്രോസസ് അക്കൗണ്ടൊക്കെ വരയ്ക്കാൻ വേണ്ടി നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡാറ്റ, കീ ഡാറ്റാസ് താഴെ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് WIP 1200 ലിറ്റർ, 50% കംപ്ലീറ്റഡ് ഫോർ മിക്സിംഗ് ലേബർ, 40% കംപ്ലീറ്റഡ് ഫോർ യൂട്ടിലിറ്റി ഓവർഹെഡ്. അപ്പോൾ ലേബറിൻ്റെയും ഓവർഹെഡിൻ്റെയും നമ്മളിതിന് മുന്നേ ഡിസ്കസ് ചെയ്തുള്ള പോലെ മെറ്റീരിയലിൻ്റെ തരാത്തതുകൊണ്ട് നമ്മൾ 100% ആയിട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ മെറ്റീരിയൽ 100%, ലേബർ 50%, ഓവർഹെഡ് 40% കംപ്ലീറ്റ് ആയിട്ടുള്ള 1200 ഓപ്പണിംഗ് WIP നമുക്കുണ്ട്. ഓക്കെ, അതിൻ്റെ വാല്യൂ 36,000. ഓക്കെ, ക്ലോസിംഗ് WIP 250 ലിറ്റർ, 30% മിക്സിംഗ് ലേബർ, 20% യൂട്ടിലിറ്റീസ് ഓവർഹെഡ്. അപ്പോൾ 100% മെറ്റീരിയൽ നമ്മൾ അസ്യൂം ചെയ്യും. നോർമൽ പ്രോസസ് ലോസ് 6% ഓഫ് ടോട്ടൽ ഇൻപുട്ട്. ഓക്കെ, ടോട്ടൽ ഇൻപുട്ടിൻ്റെ 6% ആണ് നോർമൽ ലോസ്. ആക്ച്വൽ ലോസ് ഡ്യൂറിങ് ദ മന്ത് വാസ് 1500 ലിറ്റർ, പാർട്ട്ലി ഡ്യൂ ടു എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ. അപ്പോൾ നമുക്ക് ആക്ച്വൽ ലോസ് തന്നു, നോർമൽ ലോസിൻ്റെ പെർസെൻറ്റേജ് തന്നു. അപ്പോൾ നോർമൽ ലോസ് ഇൻപുട്ട് എത്രയെന്ന് അറിയണമെങ്കിൽ, ടോട്ടൽ ഇൻപുട്ട് എത്രയെന്ന് അറിയണമെങ്കിൽ അതിന് നമുക്ക് നോർമൽ ലോസ് കണ്ടുപിടിക്കാം. അപ്പോൾ 1500 നോർമൽ ലോസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അബ്നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഫിനിഷ്ഡ് ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ് 5000 ലിറ്റർ. അപ്പോൾ നമുക്ക് ഫിനിഷ്ഡ് ഔട്ട്പുട്ട് എത്ര കിട്ടി? 5000 ലിറ്റർ കിട്ടി. സ്ക്രാപ്ഡ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ₹12,000 പെർ ലിറ്റർ. ഓൾ കളേഴ്സ്, പിഗ്മെൻറ്റ്സ് ആൻഡ് ബേസ് കെമിക്കൽ ആർ ആഡഡ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ പ്രോസസ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ അസംഷനെ സാധൂകരിക്കുന്ന പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. എല്ലാ പെയിൻറ്റിൻ്റെ പിഗ്മെൻറ്റ്സും ബേസ് കെമിക്കൽസും ഒക്കെ നമ്മൾ ആദ്യം തന്നെ ഇൻപുട്ട് ചെയ്യും. അതായത് 100% റോ മെറ്റീരിയൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദ കോസ്റ്റ് പെർ ഇക്വലൻ്റ് ലിറ്റർ ഫോർ ദ മന്ത് വാസ്. അതായത് ഈ ഒരു ഡാറ്റ നമ്മൾ നോർമലി ഇക്വലൻ്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിച്ച് കോസ്റ്റ് പെർ ഇക്വലൻ്റ് പ്രൊഡക്ഷനിലാണ് നമ്മൾ ഈ ഒരു ഡാറ്റ കണ്ടുപിടിക്കാറ്. ഓക്കെ, ഇത് ഇവർ ക്വസ്റ്റ്യനിൽ തന്നെ നേരിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഇവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ടാവുക? നമ്മളെ ടോട്ടൽ കോസ്റ്റ് കാണാം. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് പെർ ഇക്വലൻ്റ് യൂണിറ്റ് കിട്ടും. അപ്പോൾ ഇത് ഇവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, ഡിറ്റർമൈൻ ദ ക്വാണ്ടിറ്റി ഇൻ ലിറ്റേഴ്സ് ഓഫ് ബേസ് കെമിക്കൽ ഇൻപുട്ട് ഡ്യൂറിങ് ദ മന്ത്. അപ്പോൾ ഈ മാസം എത്ര ഇൻപുട്ടാണ് ചെയ്തിട്ടുള്ളത്? ഇൻപുട്ട് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. എന്തൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഔട്ട്പുട്ടിൻ്റെ ബേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 5000 ലിറ്റർ. പിന്നെ ലോസ് എത്ര വന്നു? 1500. പിന്നെ ക്ലോസിംഗ് WIP എത്ര ഉണ്ട്? 250 ലിറ്റർ. അപ്പോൾ ഇതൊക്കെ ഈ പ്രോസസ്സിൽ നിന്ന് ഉണ്ടായതാണ്. നമ്മൾ മൊത്തം 6750, മൊത്തം 6750 ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. ഈ 6750 5000 ഔട്ട്പുട്ട് കിട്ടി, 1500 ലോസായി, 250 ഇപ്പോൾ അവിടെ ബാക്കിയുണ്ട്. അതല്ലേ ഇതിൻ്റെ മീനിങ്? 6750 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 5000 ഔട്ട്പുട്ട് കിട്ടി, 1500 ലോസായി, 250 ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ഈ 6750 നമ്മൾ എവിടെ നിന്നൊക്കെ വന്നതാണ്? നമ്മളെ ഓപ്പണിംഗ് WIP. ഓപ്പണിംഗ് WIP എത്ര ഉണ്ട്? 1200. അപ്പോൾ ഇവിടെ എത്ര ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവും? നമുക്ക് 6750 ഉണ്ടാവണം ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി. അതിലേക്ക് 1250 നമ്മൾ ഓപ്പണിംഗ് WIP ഉണ്ട്. അപ്പോൾ 6750 1250 പോയി കഴിഞ്ഞാൽ ബാക്കി 5550 നമ്മുടെ ഇൻപുട്ട്. ഓക്കെ അല്ലേ? ഈ പ്രാവശ്യത്തെ ഇൻപുട്ട് എത്രയാണ്? 5550. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, ഇത് നമ്മൾ ഒരു അക്കൗണ്ടിൽ മിസ്സിംഗ് ഫിഗർ പോലെയാണ് ഇവർ ബാലൻസ് ഫിഗർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓപ്പണിംഗ് WIP 1200, നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോർമൽ ലോസ് ക്ലോസിംഗ് WIP 6750. അപ്പോൾ ഇവിടെ 1200 ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവുക? 5550. ക്ലിയർ അല്ലേ? കൺസെപ്ച്വലി ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദിച്ചിട്ടുള്ളത് നോർമൽ ലോസും അബ്നോർമൽ
ലോസുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നോർമൽ ലോസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇൻപുട്ടിൻ്റെ 6% അല്ല, ടോട്ടൽ ഇൻപുട്ടിൻ്റെ 6% ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ പ്രാവശ്യം ഇൻപുട്ട് ചെയ്തത് 5550, കഴിഞ്ഞ കൊല്ലത്തിൻ്റെ 1200, മൊത്തം ടോട്ടൽ ഇൻപുട്ട് 6750. ഈ 6750ൻ്റെ 6% നോർമൽ ലോസ്. അപ്പോൾ ഇത് 1500 കുറച്ചിട്ടുള്ള ബാക്കി 1995 നമ്മളെന്താണ് അബ്നോർമൽ ലോസുമാണ്. ക്ലിയർ അല്ല മക്കളെ? ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഇൻപുട്ട് എത്രയാണെന്ന് കിട്ടി, കാൽക്കുലേറ്റ് നോർമൽ ലോസും അബ്നോർമൽ ലോസും കിട്ടി. കമ്പ്യൂട്ട് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ബേസ് കെമിക്കൽ, മിക്സിംഗ് ലേബർ ആൻഡ് യൂട്ടിലിറ്റി ഓവർ ഹെഡ് ആഡഡ് ഡ്യൂറിങ് ദ മന്ത്. അപ്പോൾ ഈ മാസം ആഡ് ചെയ്തിട്ടുള്ള ഈ കോസ്റ്റുകളൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അവിടെയാണ് ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇതെങ്ങനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ഈ മന്ത്ത്തെ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പെർ ഇക്വലൻ്റ് യൂണിറ്റ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ കോസ്റ്റ് പെർ ഇക്വലൻ്റ് യൂണിറ്റ് തന്നിട്ടുണ്ട്. ഇനി ഇക്വലൻ്റ് പ്രൊഡക്ഷനും കൂടി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റിലേക്ക് റിവേഴ്സ് കാൽക്കുലേഷൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇക്വലൻ്റ് പ്രൊഡക്ഷൻ വരക്കുന്നു. ഇക്വലൻ്റ് പ്രൊഡക്ഷൻ 1500 ഉണ്ടായിരുന്നു, 5550 നമ്മൾ ഇൻപുട്ട് ചെയ്തു. അതിൽ 1000 കംപ്ലീറ്റ് ചെയ്തത് നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്, ക്ലോസിംഗ് WIP. ഇതിൻ്റെയൊക്കെ പെർസെൻറ്റേജ് വെച്ച് ഇവിടെ 0% ആണ്, കഴിഞ്ഞ കൊല്ലം ഇൻപുട്ട് ചെയ്തതാണ്. അപ്പോൾ ഇപ്രാവശ്യം 0. ഓക്കെ. ഇവിടെ 50%, 60%. എത്രയാണ് ഓപ്പൺ WIPൻ്റെ പറഞ്ഞിട്ടുള്ളത്? 50%. അപ്പോൾ റിമൈനിങ് 50% ഈ പ്രാവശ്യം, 40%. അപ്പോൾ റിമൈനിങ് 60% ഈ പ്രാവശ്യം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ ഇക്വലൻ്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചു. കോസ്റ്റ് പെർ ഇക്വലൻ്റ് ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് പ്രൊഡക്ഷൻ ആണ് കോസ്റ്റ് പെർ ഇക്വലൻ്റ് പ്രൊഡക്ഷൻ. അതായത് ഇവിടെ കിട്ടിയ മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ 5145 ആണ് കോസ്റ്റ് പെർ ഇക്വലൻ്റ് പ്രൊഡക്ഷൻ അല്ലേ? ഇത് ഈക്വലാണ് ഏത്? നമ്മുടെ ഈ 21. അപ്പോൾ ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇൻറ്റു 21 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മെറ്റീരിയൽ കോസ്റ്റ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഇൻറ്റു 21 1,08,045. ലേബറിൻ്റെ അതേപോലെ നമ്മുടെ കോസ്റ്റും ഇക്വലൻ്റ് പ്രൊഡക്ഷനും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? റിവേഴ്സ് കാൽക്കുലേഷൻ ചെയ്ത് നമ്മളെ കോസ്റ്റ് പെർ ഇക്വലൻ്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചു. അതിന് പുറമെ നമുക്ക് ഇവിടെ ഒരു നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് ഉണ്ട്. ഈ നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് നമ്മൾ നോർമലി അഡ്ജസ്റ്റ് ചെയ്യൽ മെറ്റീരിയലിലാണ്. അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? മെറ്റീരിയലിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കോസ്റ്റ് പെർ ഇക്വലൻ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ അതും കൂടി റിവേഴ്സ് ചെയ്യുക, അതും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെറ്റീരിയലിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് 1,08,000 പ്ലസ് 4,860 ആഡ് ചെയ്യുമ്പോഴാണ് 1,12,905 നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് കിട്ടുന്നത്. ഓക്കെ അല്ലോ മക്കളെ? ഓക്കെ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലാസ്റ്റ് പ്രിപ്പയർ ദ പ്രോസസ് അക്കൗണ്ട് ഫോർ ദ മന്ത്. അപ്പോൾ പ്രോസസ് അക്കൗണ്ടിൽ 1200 36,000 വാല്യൂ ചെയ്തു. നമുക്ക് ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അതിന് പുറമെ ഫിനിഷ്ഡ് ഗുഡ്സ് 5000ൻ്റെ വാല്യൂ ഇത് നമ്മൾ കണ്ടുപിടിക്കണം. 450ൻ്റെ വാല്യൂ 450 × 12. അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ, അബ്നോർമൽ ലോസിൻ്റെ ഇക്വലൻ്റ് യൂണിറ്റ് × 35. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് ആയതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ ഓപ്പൺ WIPൻ്റെ വാല്യൂ 36,000 കഴിഞ്ഞ പീരീഡിലത്തെ, ഈ പീരീഡിലത്തെ വാല്യൂ 9360. ഇനി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ള 1200 അല്ല ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ളത്, സോറി കോസ്റ്റ് ഓഫ് കംപ്ലീറ്റഡ് 3800. 3800ൻ്റെ വാല്യൂ എത്രയാണ്? 35 ഇൻറ്റു ചെയ്തിട്ട് 1,33,000. അപ്പോൾ ഈ 3 കോസ്റ്റും കൂടിയാണ് നമ്മുടെ ഈ പ്രാവശ്യം ഫിനിഷ് ചെയ്തിട്ടുള്ള അടുത്ത പ്രോസസ്സിലേക്ക് പോയിട്ടുള്ള പ്രോസസ്സിൻ്റെ കോസ്റ്റ് 1,78,360. ഓക്കെ, 1,78,360. ഓക്കെ, 5,550 അല്ലേ? അല്ല സോറി 5,000. ഓക്കെ. അബ്നോർമൽ ലോസ് ക്ലോസിംഗ് WIPൻ്റെ വാല്യൂ 250 × 21 75. കാരണം എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ? ക്ലോസിംഗ് WIPയിൽ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ക്ലോസിംഗ് 20%, 30%. അപ്പോൾ 250ൻ്റെ 30%, 20% × 6 × 8 ചെയ്തിട്ട് കിട്ടുന്ന കോസ്റ്റാണ് 6,100 നമ്മളെ പ്രോസസ് കോസ്റ്റിങ്ങിൽ. ഓക്കെ അല്ലേ മക്കളെ?
ഇതിൻ്റെ സമ്മറി ആയിട്ട് സ്പീഡായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പണിംഗ് ഇൻപുട്ട് കണ്ടുപിടിക്കുന്നതും പിന്നെ ഇൻപുട്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു ടോട്ടൽ കോസ്റ്റിലേക്ക് എത്തുന്നു. അതൊന്നുമില്ല, നമ്മുടെ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് യൂണിറ്റ് ആണ് കോസ്റ്റ് പെർ ഇക്വലൻ്റ് യൂണിറ്റ്. അപ്പോൾ കോസ്റ്റ് പെർ ഇക്വലൻ്റ് യൂണിറ്റ് ഇൻറ്റു ഇക്വലൻ്റ് യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ആ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ മെറ്റീരിയലിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാറ്. ആ തിരിച്ച് അതെന്ത് ചെയ്യുക? തിരിച്ച് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5A. ഓക്കെ, നമ്മുടെ കമ്പനി 3 പ്രൊഡക്റ്റാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ലെമൺ, ഗ്രേപ്സ് ആൻഡ് പപ്പായ. ഈ 3 പ്രൊഡക്റ്റിൻ്റെയും സെയിൽസ് റവന്യൂ വന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇനി നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എത്ര പർച്ചേസ് ഓർഡറാണ്, എത്ര ഡെലിവറി റിസീവ് ചെയ്തിട്ടുണ്ട്, എത്ര സെൽഫ് സ്റ്റോക്കിംഗ് ടൈം എത്രയാണ്, ഐറ്റം സോൾഡ് ചെയ്ത യൂണിറ്റ് എത്രയാണെന്നൊക്കെ തന്നിട്ടുണ്ട്. അതിന് പുറമെ അവരുടെ സപ്പോർട്ടിംഗ് കോസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കോസ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ബോട്ടിൽ റിട്ടേൺ 1200 കോസ്റ്റ് വന്നിട്ടുണ്ട്, ഓർഡറിങ്ങിന് 15600, ഡെലിവറിക്ക് 25200, സെൽഫ് സ്റ്റോക്കിങ്ങിന് 17240, കസ്റ്റമർ സപ്പോർട്ട് 30720. ഓക്കെ, ഇനി നമ്മളോട് റിക്വയർഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കമ്പനി കറൻ്റ്ലി അലോക്കേറ്റിംഗ് സ്റ്റോർ സപ്പോർട്ട് കോസ്റ്റ് ഓൾ ദ കോസ്റ്റ് അതർ ദാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലാത്ത ബാക്കി എല്ലാ കോസ്റ്റും ഇവരെങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ലൈൻ. ഓക്കെ, അതായത് നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവരിപ്പോൾ ചെയ്യുന്നത് അവരുടെ സപ്പോർട്ടിംഗ് കോസ്റ്റ് എല്ലാം ഇവരുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ പ്രപ്പോർഷനിൽ, അതായത് ഈ പ്രപ്പോർഷനിലാണ് ഈ കോസ്റ്റ് എല്ലാം ടോട്ടൽ ചെയ്തിട്ട് പ്രപ്പോർഷൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് ഇൻകം ആസ് എ പെർസെൻറ്റേജ് ഓഫ് റവന്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇത് ABC റിലേറ്റഡ് ക്വസ്റ്റ്യൻ അല്ല, ഈ A പാർട്ട്. അതെന്താണ്? ഇവരിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണോ ഓപ്പറേറ്റിംഗ് ഇൻകം എന്നുള്ളത്. ഓക്കെ, നോക്കി നോക്കാം. സെയിൽസ് അവർ തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ എല്ലാ സപ്പോർട്ടിംഗ് കോസ്റ്റും, അതായത് 90,000 ആണ് ടോട്ടൽ. ഈ 90,000 എങ്ങനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ അവർ കറൻ്റ്ലി ചെയ്യുന്നത് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ പ്രപ്പോർഷനിൽ, അതായത് 2:5:3 എന്നുള്ള പ്രപ്പോർഷനിൽ എന്ത് ചെയ്തു? അപ്പോർഷൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവർക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയെന്നുള്ളത് കിട്ടി. ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റവന്യൂവിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഓക്കെ അല്ലേ? ഒന്നുമില്ല, നമ്മൾ സപ്പോർട്ടിംഗ് കോസ്റ്റ് അവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ള ഈ ഒരു പ്രപ്പോർഷനിലാണ് വീതിച്ചു കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ പാർട്ട്. ഇനിയാണ് നമ്മൾ ABCയിലേക്ക് കടക്കുന്നത്. ഇനി ഇത് ABC പ്രകാരമാണ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് പ്രകാരമാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ABC സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് ഇൻകം എത്രയാണ്, ഓപ്പറേറ്റിംഗ് ഇൻകം ആസ് എ പെർസെൻറ്റേജ് ഓഫ് റവന്യൂ എത്രയാണ്, ഓക്കെ, സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഓപ്പറേറ്റിംഗ് ഇൻകം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഏത് ബേസിൽ വീതിച്ചു കൊടുക്കുക? അതാത് കോസ്റ്റ് അലോക്കേഷൻ ബേസിസ് ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൽ റിട്ടേൺ ഡയറക്റ്റ് ട്രേസിംഗ് ടു പ്രൊഡക്റ്റ് ലൈൻ, അതായത് ബോട്ടിൽ റിട്ടേൺ ആർക്ക് മാത്രമേ ഉള്ളൂ? ലെമണിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലെമണിന് മാത്രം ഡയറക്റ്റ് ആയിട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. ഇനി ഓർഡറിംഗ് കോസ്റ്റ് എത്ര ഉണ്ട്? 15600. അത് പർച്ചേസ് ഓർഡറിൻ്റെ ബേസിലാണ്. അപ്പോൾ പർച്ചേസ് ഓർഡർ ഇവിടെ എത്ര ഉണ്ട്? 36, 84, 36, അതായത് മൊത്തം 156 പർച്ചേസ് ഓർഡർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രപ്പോർഷനിൽ 36, 84, 36 എന്ന് പറഞ്ഞ പ്രപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഓർഡറിംഗ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ സെയിൽസ് എഴുതി, അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചു. ഇനി സപ്പോർട്ടിംഗ് കോസ്റ്റ് നമ്മൾ വർക്കിംഗ് നോട്ടിൽ ചെയ്യുന്നുണ്ട്. സപ്പോർട്ടിംഗ് കോസ്റ്റ് മറ്റേ നമ്മളെ ബോട്ടിൽ റിട്ടേണിൻ്റെ കോസ്റ്റ് ലെമണിന് മാത്രം കൊടുത്തു. ഓർഡറിംഗ് കോസ്റ്റ് നമ്മൾ പർച്ചേസ് ഓർഡറിൻ്റെ ബേസിൽ 36:84:36 ഈ ഒരു പ്രൊപ്പോർഷനിൽ കൊടുക്കാം. 36:84:36 എന്ന് പറഞ്ഞ പ്രൊപ്പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? വീതിച്ചു കൊടുക്കാം. ഇനി അടുത്ത കോസ്റ്റ് ഡെലിവറി കോസ്റ്റ് 315 ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട്. ഡെലിവറിൻ്റെ ബേസിൽ ഇവിടെ ഡെലിവറി എത്രയാണ്? 30, 290, 66 ഈ പ്രൊപ്പോർഷനിൽ നമ്മൾ വീതിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അടുത്ത കോസ്റ്റ് സെൽഫ് സ്റ്റോക്കിംഗ് കോസ്റ്റ്, അത് ഹവേഴ്സ് ഓഫ് ടൈം. അപ്പോൾ ഹവേഴ്സ് ഓഫ് ഷെൽഫ് സ്റ്റോക്കിംഗ് ടൈം 54, 540, 270 ആ പ്രൊപ്പോർഷനിൽ വീതിച്ചു കൊടുക്കുന്നു. ഇനി കസ്റ്റമർ സപ്പോർട്ട് കോസ്റ്റ് ഐറ്റം സോൾഡിൻ്റെ ബേസിലാണ്. ഐറ്റം സോൾഡ് 12,600, 1,10,400, 30,600 ആ പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ കോസ്റ്റും, എല്ലാ സപ്പോർട്ടിംഗ് കോസ്റ്റും നമ്മൾ വീതിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഓപ്പറേറ്റിംഗ് ഇൻകം കാണും. ഓപ്പറേറ്റിംഗ് ഇൻകം ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെയിൽസും കാണും. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യുന്ന ABC-യുടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ എന്താ ഇവിടെ നടന്നിട്ടുള്ളത്, അവരിപ്പോൾ എങ്ങനെയാണ് വീതിച്ചു കൊടുക്കുന്നത്, ഈ എല്ലാ സപ്പോർട്ടിംഗ് കോസ്റ്റ് 90,000 അവരിപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ പ്രൊപ്പോഷനിൽ അത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 60,000, 1,50,000, 90,000. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ABC വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഇനി അങ്ങോട്ട് മൊത്തം നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, തിയറി ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസും തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. നമ്മൾ സീറോ ബേസ്ഡ് ബഡ്ജറ്റ് ZBB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി കഴിഞ്ഞ പീരീഡത്തെ ബഡ്ജറ്റ് ഡാറ്റ നോക്കും. എന്നിട്ട് ഈ പീരീഡിലത്തെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും, ഒരു എസ്റ്റിമേഷനൊക്കെ നടത്തും. കഴിഞ്ഞ പീരീഡിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റിന് ഒരു 10 ലക്ഷം വന്നിട്ടുണ്ട്, അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു 12 ലക്ഷം ബഡ്ജറ്റ് ഇടാം. ഓക്കെ, ഇനി കഴിഞ്ഞ പീരീഡിൽ നമുക്കൊരു ട്രാവലിങ്ങിന് നമുക്കൊരു 5 ലക്ഷം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷന് ഒരു 10 ലക്ഷം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലീനിങ്ങിന് ഒരു 2 ലക്ഷം വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തി ഈ കൊല്ലം ബഡ്ജറ്റ് ഉണ്ടാക്കാൻ നിൽക്കാതെ ഓരോ ഐറ്റം വേസ് എടുത്ത് അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ കൊടുത്ത് എന്തിനാണ് ആ ഒരു എക്സ്പെൻസ് നമുക്ക് വരുന്നത്, അത് ആവശ്യമുണ്ടോ, അത് ഒഴിവാക്കിയ പ്രശ്നമുണ്ടോ, അത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കോസ്റ്റിൽ അത് ചെയ്യാം എന്ന് നമ്മൾ ഓരോ ഐറ്റം എടുത്ത് ചെയ്യുന്നതാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. അവിടെ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തോ കഴിഞ്ഞ പീരീഡത്തോ ബഡ്ജറ്റ് ഒന്നും എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ സീറോ ബേസ്ഡ് ബഡ്ജറ്റിൽ നമ്മൾ എന്താണ്, ബഡ്ജറ്റിന് അലവൻസ് കൊടുക്കുന്നത് 0 ആയിട്ടാണ്. അതായത് ഓരോ ഐറ്റത്തിനും നമ്മൾ 0 ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുമെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ബേസ് മുതൽ അതിൻ്റെ ആവശ്യകത എന്താണ്, ചില എലമെൻ്റ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, എന്നാലും നമ്മൾ ബഡ്ജറ്റിലുണ്ടാവും, അത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത കൊല്ലം ബഡ്ജറ്റ് ചെയ്യും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ഒഴിവാക്കി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ബഡ്ജറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നമ്മളെ ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. ഈ പറഞ്ഞിട്ടുള്ളതിൽ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ഏതാണെന്ന് പറഞ്ഞത്. ഓക്കെ, റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ഏതൊക്കെയുണ്ട്, നമുക്ക് പ്രോഫിറ്റ് സെൻറ്റർ ഉണ്ട്, കോസ്റ്റ് സെൻറ്റർ ഉണ്ട്, റവന്യൂ സെൻറ്റർ ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ ഉണ്ട്. ഓക്കെ അല്ലേ? കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന, അതായത് അവർക്ക് കോസ്റ്റ് മാത്രമേ ഇൻകേർഡ് ആവുന്നുള്ളൂ, അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അവർക്ക് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? റവന്യൂ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റവന്യൂ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ റവന്യൂ കളക്ട് ചെയ്യൽ മാത്രമേ അവരുടെ ഡ്യൂട്ടി ഉള്ളൂ. ഓക്കെ അല്ലേ? കസ്റ്റമേഴ്സിൻ്റെ നിന്ന് റവന്യൂ മാത്രം കളക്ട് ചെയ്യുന്ന ഡ്യൂട്ടി ഉള്ളൂ. എന്നാൽ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോസ്റ്റിൻ്റെ കാര്യം നോക്കണം, റവന്യൂവിൻ്റെ കാര്യം നോക്കണം. അതായത് കോസ്റ്റും റവന്യൂ ആണല്ലോ നമ്മളെ റവന്യൂ മൈനസ് കോസ്റ്റ് ആണല്ലോ നമ്മളെ പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സെൻറ്ററിനെ നമ്മൾ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയും. അപ്പോൾ അവർ കോസ്റ്റിൻ്റെ കാര്യം നോക്കും, പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കും. ഓക്കെ അല്ലേ? ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ബോർഡർ ടേമാണ്. അതായത് ഇവർ കോസ്റ്റ്, റവന്യൂ, അതായത് പ്രോഫിറ്റ് സെൻറ്ററും അത് കൂടാതെ അവരവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും കൂടി നോക്കും. അസറ്റിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കോസ്റ്റും റവന്യൂവിലും പെടുന്നതല്ല, എന്നാലും ഈ പ്രോഫിറ്റിൽ പെടുന്നതല്ല. ക്യാപിറ്റൽ അസറ്റിൽ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണോ വേണോ എന്നൊക്കെ നോക്കുന്നതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി. അപ്പോൾ ഇതും കൂടി ചെയ്യുന്ന സെൻറ്റർ ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. ഓക്കെ, ഇനി ഡീസെൻട്രലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് എൻ ഓർഗനൈസേഷൻ. അപ്പോൾ ബ്രാഞ്ചാണ്, ഡീസെൻട്രലൈസ്ഡ് ആണ്, സെൻട്രലൈസ്ഡ് അല്ല. അപ്പോൾ അവരുടെ ബ്രാഞ്ചിൻ്റെ എല്ലാ കോസ്റ്റും എല്ലാ റവന്യൂവും ആ ബ്രാഞ്ചാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, നോക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഇതൊരു പ്രോഫിറ്റ് സെൻറ്ററാണ്. ഓക്കെ അല്ലേ? പ്രോഫിറ്റ് സെൻറ്ററാണ്. ഇനി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓഫ് എ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ആ പബ്ലിക് അണ്ടർടേക്കിംഗ് അതൊരു ചെറിയ യൂണിറ്റ് അല്ല, അതൊരു വലിയ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവിടെ അവരുടെ കോസ്റ്റ് നോക്കുന്നുണ്ടാവും, അവരുടെ റവന്യൂ നോക്കുന്നുണ്ടാവും. അപ്പോൾ പ്രോഫിറ്റ് സെൻറ്ററാണ്. അതുകൂടാതെ അവർ പുതിയ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററാണ്. ഇനി കസ്റ്റമർ സപ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എ കൊമേഴ്സ് കമ്പനി. അപ്പോൾ ഇവർ കസ്റ്റമർ സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് മാത്രമേ വരുന്നുള്ളൂ, കോസ്റ്റ് മാത്രമേ ഇൻകേർഡ് ആവുന്നുള്ളൂ, കസ്റ്റമർ സപ്പോർട്ട് മാത്രമാണ്. അതായത് സെയിൽ ചെയ്ത് റവന്യൂ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ അല്ലേ? അപ്പോൾ അതൊരു കോസ്റ്റ് സെൻറ്ററാണ്. ഇനി റെസ്റ്റോറൻറ്റ് യൂണിറ്റ് ഇൻ എ ഹോട്ടൽ. ഒരു ഹോട്ടലിൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു യൂണിറ്റ്. ആ റെസ്റ്റോറൻറ്റിൽ എന്തൊക്കെ വരും, ആ റെസ്റ്റോറൻറ്റിൻ്റെ കോസ്റ്റും കാര്യങ്ങളും നോക്കണം. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കസ്റ്റമേഴ്സിനൊക്കെ നിന്ന് റവന്യൂ കളക്ട് ചെയ്യുന്നതും, അതായത് റവന്യൂ സെൻറ്ററാണ്, കോസ്റ്റ് സെൻറ്ററാണ്. അതായത് ഇത് രണ്ടും കൂടിയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രോഫിറ്റ് സെൻറ്ററാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഇനി റിസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻ എയർലൈൻ. അപ്പോൾ ആ ഒരു എയർലൈനിൽ റിസർവേഷൻ, കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ റിസർവേഷൻ മാത്രമേ കളക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർക്ക് അതെന്താണ്, ഒരു റവന്യൂ സെൻറ്ററാണ്. കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് റവന്യൂ കളക്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് വേണം. ഇനി എല്ലാം തിയറി ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ, കൺസെപ്റ്റ് മാത്രം പറയുന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മുടെ കമ്പനി ഫേസിങ് ഹൈ എംപ്ലോയി ടേൺ ഓവർ ആൻഡ് എ റേസ് ഇൻ ഐഡിയൽ ടൈം
ഓൺ അസംബ്ലി ഡിപ്പാർട്ട്മെൻറ്റിൽ നന്നായിട്ട് എംപ്ലോയീസ് പിരിഞ്ഞു പോകുന്നുണ്ട്, ഹൈ എംപ്ലോയി ടേൺ ഓവർ ആണ്. ഓക്കെ, അത് കാരണം നമുക്ക് എന്ത് വരും, നമുക്ക് ഒരുപാട് ഐഡിയൽ ടൈം വരുന്നുണ്ട്. കാരണം എന്താ, നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ പിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ പിരിച്ചു വിടുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയ എംപ്ലോയീസ് വരുമ്പോൾ ആ ഒരു പിരിഞ്ഞു പോയി പുതിയ എംപ്ലോയി വരുന്ന വരെയുള്ള ടൈം, ഇനി അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ആ ഒരു വർക്കറാക്കി, നല്ലൊരു അസംബ്ലി ചെയ്യുന്ന ഒരു വർക്കറാക്കി വരുന്നവരുള്ള ഒരു ട്രെയിനിങ് പീരീഡ്, ഇതൊക്കെ നമുക്ക് എന്തായി പോകണം, നഷ്ടപ്പെട്ടു പോകണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ എന്തുകൊണ്ടാണ് ഈ എംപ്ലോയീസ് ലെഫ്റ്റ് ആയി പോകുന്നത് നോക്കുമ്പോൾ അവരുടെ വർക്കിംഗ് കണ്ടീഷനിലും അവരുടെ ഇൻസെൻറ്റീവ്സിലും ഉണ്ടാകുന്ന പോരായ്മയാണ്, ഡിസാറ്റിസ്ഫാക്ഷനാണ് അവർക്ക് ഇതിൽ പിരിഞ്ഞു പോകാനുള്ള കാരണം എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ 2 type ഓഫ് എംപ്ലോയി കോസ്റ്റ് ദാറ്റ് ഒക്കർ ഡ്യൂ ടു എംപ്ലോയി ടേൺ ഓവർ. എംപ്ലോയി ടേൺ ഓവർ കൊണ്ട് നമുക്ക് വരുന്ന 2 ടൈപ്പ് കോസ്റ്റാണ് അവർ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പ്രിവെൻറ്റീവ് കോസ്റ്റും ഒന്ന് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റും. പ്രിവെൻറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി, നമ്മളെ എംപ്ലോയീസ് പിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് അവർക്ക് ബെനിഫിറ്റിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവരുടെ വർക്കിംഗ് കണ്ടീഷൻ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുക. അവരെ ബ്രേക്ക് ടൈമിൽ അവർക്ക് കുറച്ചും കൂടി സ്നാക്സും കാര്യങ്ങളും അവരൊന്ന് കൂളാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് എന്ത് കൊടുക്കുക, മെഡിക്കൽ ബെനിഫിറ്റ് ആൻഡ് പ്രൊവൈഡ് എംപ്ലോയി ആൻഡ് കോസ്റ്റ് ഇൻകേർഡ് ടു എംപ്ലോയി വെൽഫെയർ ലൈക്ക് പെൻഷൻ, അവരുടെ പെൻഷൻ കൂട്ടുക. കോസ്റ്റ് ഓൺ അതർ ബെനിഫിറ്റ്, അപ്പോൾ അവരുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് ബെനിഫിറ്റ് കൊടുക്കുക. അതാണ് പ്രിവെൻറ്റീവ് കോസ്റ്റ്. ഒന്ന് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. ഇനി അവർ റീപ്ലേസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ട്രെയിനിങ് കോസ്റ്റ്, അവരുടെ എന്താ പറയുക, റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ്, അങ്ങനെ വരുന്ന എല്ലാ കോസ്റ്റും നമുക്ക് എന്താണ്, അവരുടെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റാണ്. ഇനി അടുത്ത ചോദിച്ചിട്ടുള്ളത് സജസ്റ്റ് എനി 2 factors ദാറ്റ് ക്യാൻ ബി ടേക്കൺ ബൈ ദ കമ്പനി ടു ഇംപ്രൂവ് ദ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. എംപ്ലോയി പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയിങ് only those worker who possess the right type of skill and placing a right type of person to right job. അതായത് ഇത് 2 കാര്യങ്ങൾ ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. കറക്റ്റായിട്ടുള്ള ആൾക്കാരെ, കറക്റ്റായിട്ട് സ്കില്ലുള്ള ആൾക്കാരെ അതാത് സ്കില്ലിൻ്റെ ജോബിൽ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ നമ്മളെ എക്കണോമിക് ബാച്ച് സൈസ്, അതായത് നമുക്കൊരു മാസത്തിൽ ആനുവൽ ഡിമാൻഡ്, ഒരു വർഷത്തിൽ ആനുവൽ ഡിമാൻഡ് 24,000 യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മളെ അക്കൗണ്ടൻറ്റ് ഈസ് കൺസിഡറിങ് വെദർ ടു ഇൻക്രീസ് ദ ബാച്ച് സൈസ് ഇൻക്രീസ് ചെയ്യണമെന്നുള്ളത് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറൻ്റ്ലി ദ സെറ്റപ്പ് കോസ്റ്റ് പെർ ബാച്ച് ഈസ് സിഗ്നിഫിക്കൻറ്റ്. അതായത് ബാച്ച് സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ബെനിഫിറ്റ് ഉള്ളത്, സെറ്റപ്പ് കോസ്റ്റ് കുറക്കാം അല്ലേ. ഒരു ബാച്ചിൽ തന്നെ കൂടുതൽ യൂണിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ബാച്ച് കുറക്കാം, അപ്പോൾ സെറ്റപ്പ് കോസ്റ്റും കുറക്കാം. അപ്പോൾ സെറ്റപ്പ് കോസ്റ്റ് ഒരുപാട് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാച്ച് സൈസ് കൂട്ടിയാൽ അങ്ങനെ സേവ് ചെയ്യാം. അവിടെ നമുക്ക് എന്താണ് ഒരു പ്രശ്നമുള്ളത്, ബട്ട് ദ വെയർ ഹൗസ് മാനേജർ ഈസ് കൺസേൺഡ് അബൌട്ട് ദ റൈസിങ് ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റ് ഇഫ് ദ ലാർജർ ബാച്ച് ആർ പ്രൊഡ്യൂസ്ഡ്. നമ്മൾ കൂടുതൽ ബാച്ച് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബാച്ചിൽ കൂടുതൽ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം ക്യാരി ചെയ്യുന്ന ക്യാരിങ് കോസ്റ്റിനെ കുറിച്ചിട്ട് ആര് ബോധേഡാണ്, വെയർ ഹൗസ് മാനേജറും ബോധേഡാണ്. അതായത് ഇത് രണ്ടും ഇൻവേഴ്സ്ലി റിലേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ബാച്ച് സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ സെറ്റപ്പ് കോസ്റ്റ് എന്ത് ചെയ്യും, കുറയും. ബാച്ച് സൈസ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരിങ് കോസ്റ്റ് കൂടും. അതായത് അവിടെയാണ് നമ്മൾ ഏത് വരുന്നത്, എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ നമ്മളോട് പറയാണ് എക്സ്പ്ലെയിൻ വിത്ത് റീസൺ ഹൗ ബാച്ച് സൈസ് എഫക്ട് ദ ബോത്ത് സെറ്റപ്പ് ആൻഡ് ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റ്. അതായത് ബാച്ച് സൈസ് എന്തൊക്കെ കാരണങ്ങൾ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റും അല്ലെങ്കിൽ സെറ്റപ്പ് കോസ്റ്റും, ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റും നമ്മുടെ സെറ്റപ്പ് കോസ്റ്റിനെ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം എഴുതി വെച്ച് കൊടുക്കുക. നമ്മൾ സൈസ് കൂടുന്തോറും നമ്മൾ ക്യാരി ചെയ്യുന്ന കൂടും, ക്യാരി ചെയ്യുമ്പോൾ ക്യാരിങ് കോസ്റ്റ് കൂടും. ഇനി സെറ്റപ്പ് കോസ്റ്റ് കൂടുന്നതോ, നമ്മൾ ചെറിയ സൈസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് പ്രാവശ്യം ബാച്ച് റൺ ചെയ്യേണ്ടി വരും. ഓരോ റണ്ണിനും നമുക്ക് എന്ത് വരും, സെറ്റപ്പ് കോസ്റ്റ് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ഹൗ ദ കമ്പനി ക്യാൻ ഡിറ്റർമൈൻ ദ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലേ. എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഈ ഒരു രണ്ട് ഇൻവേഴ്സ്ലി റിലേറ്റ് ആയിട്ടുള്ള ഈ ഒരു സാധനത്തിൽ നിന്ന് ഏറ്റവും ഇക്വിലിബ്രിയം ആയിട്ടുള്ള പോയിന്റ്, ലോവസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ EBQൻ്റെ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. ഏതൊക്കെ കോസ്റ്റ്, നമ്മളെ ക്യാരിയിങ് കോസ്റ്റ് ഈക്വൽ ടു നമ്മളെ സെറ്റപ്പ് കോസ്റ്റ് ആവുന്ന ആ ഒരു ഇക്വേഷൻ എന്നാണ് നമ്മൾ EBQയുടെ ഇക്വേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു EBQൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്, എന്തൊക്കെയാണ് ഫാക്ടേഴ്സാണ്
എന്നുള്ളത്, അതായത് ഇത് രണ്ടും ലോവർ ആവണം, ഇത് രണ്ടിൻ്റെയും ടോട്ടൽ സെയിം ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഡിസ്ക്രൈബ് ചെയ്യാം. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. അടുത്ത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. അതൊരു നമ്മളൊരു പ്രോഫിറ്റ് പ്ലാനിങ്ങിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു മെയിൻ ടൂളാണ്. നമ്മളോട് ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു മെയിൻ ടൂളാണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണ്, അതിൻ്റെ ചേഞ്ചസ് എങ്ങനെയാണ് പ്രോഫിറ്റിൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാർജിനൽ കോസ്റ്റിങ്ങിലുള്ളൊരു അനാലിസിസാണ്. അതായത് നമ്മുടെ കോസ്റ്റ്, ഏതൊക്കെ കോസ്റ്റ്, നമ്മുടെ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, പിന്നെ നമ്മുടെ പ്രോഫിറ്റും കോസ്റ്റും സെല്ലിംഗ് പ്രൈസും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ പ്രോഫിറ്റിൽ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വോളിയം ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രോഫിറ്റിൽ അത് എഫക്റ്റ് ചെയ്യുന്നത്, ഏത് റിലേഷനിലാണ്, അതൊക്കെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുന്നതാണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നോക്കുന്നത്, ചേഞ്ചസ് ഇൻ സെല്ലിംഗ് പ്രൈസ്, ചേഞ്ചസ് ഇൻ വോളിയം ഓഫ് സെയിൽസ്, ചേഞ്ചസ് ഇൻ വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, അവിടെ സെല്ലിംഗ് പ്രൈസ് വോളിയം മാറുമ്പോൾ സെല്ലിംഗ് പ്രൈസ് മാറുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഫിറ്റ് അനാലിസിസ്, കോസ്റ്റും വോളിയവും പ്രൈസും പ്രോഫിറ്റിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിൽ നോക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ ഒരുപാട് ക്വസ്റ്റ്യനിലൊക്കെ അനലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെല്ലിംഗ് പ്രൈസ് 10% കൂടി, സെല്ലിംഗ് പ്രൈസ് 10% കുറഞ്ഞു, ഫിക്സഡ് കോസ്റ്റ് 10,000 കൂടി, വേരിയബിൾ കോസ്റ്റ് 10% കുറഞ്ഞു, അങ്ങനെയൊക്കെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, വലിയൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ പ്രോഫിറ്റിൽ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യും, ബ്രേക്ക് ഈവൻ പോയിന്റ് എങ്ങനെ മാറും, മാർജിനൽ സേഫ്റ്റി എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മുടെ MTP 1 എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.